നമസ്കാരം. എൻ്റെ പേര് ഫിലിപ്പ് തോമസ് എന്നാണ്. ഞാൻ വളരെയധികം മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് നിങ്ങളുടെ അടുത്ത് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ അവസാനം വന്നിട്ട് നമ്മളെ ആരാണോ ക്ഷണിച്ചിരിക്കുന്നത് അവരുമായിട്ട് നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുക. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ പ്രൊജക്റ്റിൻ്റെ പേര് ഫ്രീഡം പ്രൊജക്റ്റ് എന്ന് പറയും. ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മളുടെ സ്വന്തമായിട്ട് ഒരു സ്ഥാപനം പടുത്തുയർത്താൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സംരംഭം എങ്ങനെ നമുക്ക് പടുത്തുയർത്താം അതിനെക്കുറിച്ചുള്ള ബ്രീഫ് ഡീറ്റെയിൽസ് ആയിരിക്കും തരുന്നത്. അപ്പോൾ ഏകദേശം 30-40 മിനിറ്റ് നമുക്ക് ആവശ്യമാണ്. അത് വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനെക്കുറിച്ച് ക്ലാരിഫൈ ചെയ്യാനായിട്ടും കഴിയും. അപ്പോൾ നമ്മൾ ഈ പ്രൊജക്റ്റ് 3 രീതിയിൽ കവർ ചെയ്യുന്നതായിരിക്കും. ഈ പ്രൊജക്റ്റ് എന്തിനു വേണ്ടി നമ്മൾ കാണണം, പിന്നെ ഈ പ്രൊജക്റ്റ് എന്താണ്, മൂന്നാമത് എങ്ങനെ നമുക്ക് നമ്മുടെ സംരംഭം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ നമുക്കിതിനെ ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് കാണുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏറ്റവും നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇവിടെ നമ്മൾ പഠിക്കാൻ സന്നദ്ധരായിരിക്കണം. അപ്പോൾ ആകെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ പഠിക്കാൻ സന്മനസ്സുള്ളവരായിരിക്കണം. അപ്പോൾ നമ്മൾ ഒരു അഡേജ് അല്ലെങ്കിൽ ആപ്തവാക്യം പറയാറുണ്ട്, നമ്മൾ എന്ന് പഠനം നിർത്തുന്നു അതിൻ്റെ അടുത്ത ദിവസം നമ്മൾ ഇഗ്നോറൻ്റ് ആയിരിക്കും. അതായത് ഇംഗ്ലീഷിൽ പറയുന്നത് അങ്ങനെയാണ്, വെൻ യു സ്റ്റോപ്പ് ലേണിംഗ് യു ആർ ഇഗ്നറൻ്റ് ദ അതർ ഡേ. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളുണ്ടാവും. ഇവിടെ ഒരു പാക്കേജാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. ഈ പറയുന്ന പാക്കേജ് നമ്മളുടെ ഏതെങ്കിലും മറ്റു വഴികളിൽ കൂടെ നേടാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതുകൊണ്ട് പ്രയോജനമുള്ളൂ. ഇപ്പോൾ ഇവിടെ ലേൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ല് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏൺ എന്നാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമ്പാദിക്കാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഈ ഏൺ എന്ന് പറയുന്നത് നമ്മളുടെ ആദ്യത്തെ പില്ലറിൻ്റെ 4 അക്ഷരങ്ങളാണ്. അതായത് നമ്മളുടെ ഹെൽത്തിനെ നമുക്ക് എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതിൻ്റെ 4 അക്ഷരങ്ങളാണത്. ഒന്നാമത് നമ്മൾ എക്സസൈസ് ചെയ്യുക, രണ്ടാമത് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആയിരിക്കണം, മൂന്നാമത് നമുക്ക് റെസ്റ്റ്, അതായത് 6-7 മണിക്കൂറിൻ്റെ ഉറക്കം, നാലാമത് നമ്മളുടെ പ്രോപ്പർ ന്യൂട്രീഷൻ, അതായത് നമ്മളുടെ ആഹാരം, സമീകൃത ആഹാരം. അതാണ് നമ്മൾ ഈ 4 പില്ലേഴ്സ് എന്ന് പറയുന്നത്. ഇത് WHO പറയുന്ന 4 പില്ലറാണ് നല്ല ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളുടെ ഈ പ്രൊജക്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ സ്നേഹിക്കപ്പെടുന്നവർക്ക് നല്ല ഹെൽത്ത് നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിയും. രണ്ടാമത് നമുക്ക് ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ MBA എന്ന് പറയുന്നത് മാസീവ് ബാങ്ക് അക്കൗണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് വെൽത്തും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നമുക്ക് സമയവും നേടാൻ പറ്റും. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് നാലാമതും ഒരു പില്ലറുണ്ട്, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. അതായത് നമ്മളൊക്കെ ചെയ്യുന്ന പ്രവർത്തികൾ നല്ലത് തന്നെയാണ്, നമുക്ക് വർഷങ്ങളായിട്ട് നേടിത്തരുന്ന നമ്മളുടെയൊക്കെ പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം ഉണ്ട്. അപ്പോൾ അത് ഏറ്റവും നല്ലതാണ്. അതിനെ നമുക്ക് ഡിസ്റ്റർബ് ചെയ്യാതെ കണ്ട് തന്നെ നമുക്ക് ഈ ഒരു പാക്കേജ് ഇവിടെ നേടിയെടുക്കാനായിട്ട് കഴിയും. ആക്ച്വലി ഈ ഒരു 4 പില്ലേഴ്സ് നമുക്ക് നേടിയെടുക്കാൻ കഴിയുവാണെങ്കിൽ, അതായത് ഹെൽത്ത്, വെൽത്ത്, സമയം, അതിൻ്റെ കൂടെ നമ്മളുടെ പൈസയെക്കുറിച്ച് വറി ചെയ്യാതിരിക്കാൻ നമുക്കൊരു സെക്യൂരിറ്റി, അതായത് നമ്മളുടെ കയ്യും കാലും ആടാതിരിക്കുന്ന സമയത്ത് നമുക്ക് ഇൻകം ആവശ്യമുണ്ട്. അപ്പോൾ ആ സമയത്തും ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ, അതായത് നമ്മൾ സമയം ഇടാതെ കണ്ട് തന്നെ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. അപ്പം ഈ 4 കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ഒരാൾക്ക് അത് ഗ്രേറ്റ് ലൈഫ് എന്ന് പറയും. അപ്പോൾ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ പണമുണ്ടാക്കാൻ വേണ്ടി നമ്മളുടെ സമയം ചിലവാക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഹെൽത്ത് നഷ്ടപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ നമ്മൾ ഈ നേടിയ സമ്പാദ്യം അവസാനം കൊണ്ടുവന്ന് നമ്മൾ ഹോസ്പിറ്റലുകളിൽ ചിലവാക്കും. എന്ന് പറഞ്ഞാൽ ഹെൽത്തിനെ റീഗെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ
നടക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയുകയും ചെയ്യാം. ഒരിക്കൽ നമ്മൾ ഏച്ചു വെച്ചാൽ മുഴച്ചിരിക്കുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ മാതിരിയാണ്, ഒരിക്കൽ നമ്മളുടെ ഹെൽത്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ നമുക്ക് ഇവിടെ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ബൈ ചാൻസ്, ഈശ്വരൻ അങ്ങനൊന്നും വരുത്താതിരിക്കട്ടെ, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തന്നെയും, അതായത് നമ്മൾ ക്രോണിക് ഡീജനറേറ്റീവ് ഡിസീസ് എന്നാണ് പറയുന്നത്, അതിന് മറ്റു ഭാഷയിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നും പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള ചാലഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്കതിനെ റിവേഴ്സ് ചെയ്യാനായിട്ടും കഴിയും. ഇപ്പോൾ നമ്മളുടെ മെഡിക്കൽ സയൻസൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്, വളരെ നല്ലതാണ്. എന്നാൽ ഈ ക്രോണിക് ഡീജനറേറ്റീവ് ഡിസീസസ്, അതായത് ക്യാൻസറോ അല്ലെങ്കിൽ ഡയബറ്റിക് അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസസ്, ബ്ലഡ് പ്രഷർ, ബ്രോങ്കൈറ്റിസ്, ആർത്രൈറ്റിസ്, ഇതിനൊന്നിനും നമ്മുടെ മെഡിക്കൽ സയൻസിന്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു കോൺക്രീറ്റ് സൊല്യൂഷൻ ഇല്ല. അവരെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലൈഫ് ലോങ് മെഡിസിൻസ് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? നോബഡി വാണ്ട്സ് ടു, അല്ലേ? അപ്പോൾ നമ്മളിവിടെ എന്താണ് ശ്രദ്ധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ നല്ല പില്ലേഴ്സ്, അതായത് ഈ 4 പില്ലേഴ്സ് നമ്മൾ ഫോളോ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് നല്ല ഹെൽത്ത് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പാക്കേജിനെ കുറിച്ചാണ് നമ്മൾ മുമ്പോട്ട് സംസാരിക്കാൻ പോകുന്നത്. എങ്ങനെ നമുക്ക് നേടിയെടുക്കാം. എനിക്കറിയില്ല നിങ്ങൾക്ക് ഈ 4 പില്ലേഴ്സ് ഒന്നിച്ച് കിട്ടുന്നുണ്ടോ. എൻ്റെ അറിവിൽ ഏകദേശം ലോകത്തിൽ വെറും 3% ആൾക്കാരേ ഉള്ളൂ ഈ ഒരു കോമ്പിനേഷൻ ഉള്ളത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളുടെ കോൺഷ്യസ് എഫേർട്ട് കൊണ്ട് നമുക്ക് ഈ പില്ലേഴ്സ് നേടിയെടുക്കാൻ കഴിഞ്ഞാൽ നമുക്കും നമ്മളുടെ വരും തലമുറയ്ക്കും വളരെ നല്ലതായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ആരൊക്കെയാണെന്നെങ്കിലും ഏതൊക്കെ നിലയിലാണെങ്കിലും നമ്മൾ ഒരു കമ്പനിയുടെ ഓണറാവാം. അതായത് മേ ബി വി ആർ ഡയറക്ടേഴ്സ്, മാനേജിങ് പാർട്ട്നേഴ്സ്, ഓർ വൈസ് പ്രസിഡൻറ്റ്സ്, ഓർ CEOs, ഓർ എനി ഓഫ് ദ ഗുഡ് പൊസിഷൻസ് വി കുഡ് ബി. എന്നാൽ പക്ഷേ അവിടെ എല്ലാം നമ്മൾ എംപ്ലോയീസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറൊരാളുടെ താഴെ നമ്മൾ വർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജോബാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ബോസ് ഉണ്ടാകും. ജോബിനകത്തെ ലാസ്റ്റ് ബി എന്ന് പറയുന്നത് തന്നെ ബോസ് എന്നുള്ളതാണ്. പിന്നെ അതിന് ബിസിനസ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഏതൊരു ജോബെന്ന് പറയുമ്പോഴും അതൊരു ബിസിനസ് തന്നെയാണ്. അപ്പം ഈ ലോകത്തിൽ കാണുന്നതെല്ലാം, നമ്മളുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതും തൊടുന്നതും ഏതെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് ആരുടെയെങ്കിലുമൊക്കെ ബിസിനസ്സാണ്. MBA എന്ന് പറയുമ്പോഴും അതിനകത്ത് B ഉണ്ട്, ദാറ്റ് ഈസ് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ദാറ്റ് മീൻസ് എല്ലാം ഈ ലോകത്ത് ഒരു ബിസിനസ്സാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മുമ്പോട്ട് സംസാരിക്കുമ്പോഴും നമ്മൾ ഈ പ്രൊജക്റ്റിനകത്തും നമുക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ജോബിനെക്കാട്ടി നല്ലത് ബിസിനസ് തന്നെയാണ്. ആരോട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാലും എല്ലാവർക്കും അറിയാം. എന്നാൽ അത് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. കാരണം അതിൻ്റേതായ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇവിടെ ഒരു തടസ്സങ്ങളും ഇല്ലാതെ കൊണ്ട് നമുക്ക് ഈ പറയുന്ന പില്ലേഴ്സ് എല്ലാം തന്നെ നേടിയെടുക്കാനായിട്ട് കഴിയും. അത് വേണമോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ഓരോരുത്തരും തന്നെ ആയിരിക്കണം. കാരണം നമ്മളുടെ ജീവിതം നമ്മൾ തന്നെയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. വേറെ ആരും നമുക്ക് വേണ്ടിയിട്ടൊന്നും നേടിത്തരികയുമില്ല. നമ്മളുടെ ഉയർച്ച ആഗ്രഹിക്കുന്നത് നമ്മളുടെ മാതാപിതാക്കളാണ്. അതിനുശേഷം നമ്മളുടെ ഈ പ്രൊജക്റ്റിലെ പാർട്ട്നേഴ്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് അവരാഗ്രഹിക്കുന്നുണ്ടാവും നമ്മൾ ജീവിതത്തിൽ ഈ പറയുന്ന പാക്കേജസൊക്കെ നേടിയെടുക്കണമെന്നുള്ളത്. ശരി, നമുക്ക് മുമ്പോട്ട് പോകാം. പിന്നെ എന്തിനാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് 0 ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് തുടങ്ങാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ₹1 പോലും മുടക്ക് മുതലില്ലാത്തത് കൊണ്ട് നമുക്ക് റിസ്ക്കും 0ആണ്. പിന്നെ നമ്മളുടെ അൺപ്രൊഡക്റ്റീവ് ടൈം, അതായത് നമ്മളുടെ എവിടെയെങ്കിലുമൊക്കെ വേസ്റ്റ് ആകുന്ന സമയം, മേ ബി നമ്മളെവിടെയെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കുന്ന സമയമോ അല്ലെങ്കിൽ TV കാണുന്ന സമയമോ എന്തൊക്കെയാണ് നമുക്ക് ഉപയോഗപ്രദമല്ലാത്ത സമയങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ പ്രായോഗികമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇവിടെ അൺലിമിറ്റഡ് ഏർണിംഗ് പൊട്ടൻഷ്യലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാവുന്ന അത്രയും നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇതൊരു റിസഷൻ പ്രൂഫ് ആൻഡ് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ ലോകത്തിൽ നമുക്കിതൊക്കെ അറിയാം. വിലക്കയറ്റം കൂടിക്കൊണ്ട് വരുന്നുണ്ട്. റിസഷൻസ് ഓൾറെഡി നമുക്കറിയാം എല്ലാ രാജ്യങ്ങളിലും വന്നു പോകുന്നു. ഇടയ്ക്കിടയ്ക്ക് നമുക്കിവിടെയും കാണാനായിട്ടിടയുണ്ട്.
പിന്നെ ഇതൊരു ഫാമിലി കൺസെപ്റ്റാണ്. മറ്റുള്ള നമ്മളൊരു ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് നോക്കുമ്പോൾ അവിടെ നമ്മൾ ഒരാളുടെ എഫേർട്സ് ആയിരിക്കും. ഇവിടെ നമ്മളുടെ കുടുംബം ഒന്നിച്ചായിരിക്കും നമ്മൾ ഈ ഒരു കൺസെപ്റ്റിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾ ആസ് എ ഫാമിലി, ഞങ്ങൾ മിസ്സസും ഉണ്ട്, മകനുണ്ട്, അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചാണ് ഈ പ്രൊജക്റ്റിൽ മുമ്പോട്ട് പോകുന്നതും. വി ആർ വെരി സക്സസ്ഫുൾ ഇൻ ദിസ് പ്രൊജക്റ്റ്. പിന്നെ ഇത് നമ്മളുടെ സ്വന്തമായിട്ടുള്ള നമ്മളാ പറഞ്ഞ സംരംഭം, അതായത് പ്രൈവറ്റ് ഫ്രാഞ്ചൈസ് എന്ന് പറയും ഇതിന്. നമുക്കത് ഒരു രൂപ പോലും മുടക്കാതെ കണ്ട് നമുക്ക് ഇതിൻ്റെ ഫെസിലിറ്റീസ് നമുക്ക് ആക്ച്വലി ഇത് കോടിക്കണക്കിന് രൂപ മുടക്കുമുതലുള്ള പ്രൊജക്റ്റാണ്, കോടാനുകോടി. പക്ഷെങ്കിൽ നമുക്കിവിടെ അതിന് വേണ്ടിയിട്ട് ഒരു രൂപ പോലും മുടക്കണ്ട. അപ്പോൾ നമുക്കിത് വളരെ ഫ്രീ ആയിട്ടായിരിക്കും കിട്ടുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജും ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജും. അപ്പോൾ നമ്മൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. പിന്നെ നമ്മളുടെ സ്വഭാവത്തിനെ ബേസ് ചെയ്തും നമ്മളുടെ സാധാരണ ബുദ്ധിയും ബേസ് ചെയ്തിട്ടുമാണ് ഈ പ്രൊജക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷെങ്കിൽ ഇത് മനസ്സിലായിട്ടുണ്ടാവും, ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ലോകത്തിൽ നമ്മുടെ മുമ്പിൽ ഈ സമയത്ത് കിട്ടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് യാതൊരുവിധ ഗ്യാരണ്ടിയുമില്ല, എന്നാൽ നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റ് വർക്ക് ചെയ്യുമെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എഫേർട്സ് അതിനെ ബേസ് ചെയ്തായിരിക്കും നിങ്ങളുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്. മറ്റാരും അതിന് കാരണക്കാരായിരിക്കുകയുമില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ആഗ്രഹമുണ്ട് ജീവിതത്തിൽ സന്തോഷമായിട്ടൊക്കെ ഇരിക്കണമെന്ന്. നമുക്കെന്നാൽ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കുറച്ചുകൂടെ ബെറ്ററാക്കി നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഏതൊരു പൊസിഷനിലാണെങ്കിൽ തന്നെയും ഒരു ക്വാളിറ്റി ലൈഫ് ജീവിക്കണമെന്ന് അല്ലെങ്കിൽ നേടിയെടുക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എന്നാൽ അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത മാതിരി ഏറ്റവും ആദ്യമായിട്ട് തന്നെ നമുക്ക് ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ മാനദണ്ഡം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വാളിറ്റി മണി ഉണ്ടായിരിക്കണം. അതായത് നമുക്ക് കിട്ടുന്ന ഇൻകം അത് ടാക്സ് പെയ്ഡ് ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാരെയും കളിപ്പിക്കാതെ കണ്ട് തെറ്റായ രീതിയിലൊന്നും അല്ലാതെ കണ്ട് നേരായ രീതിയിൽ നമുക്ക് ആ പൈസ നേടുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് വാല്യൂ ഉണ്ടാവും. നമ്മളുടെ വരും തലമുറ അതിനെ ശരിയായ രീതിയിൽ വിനിയോഗിക്കുകയും ചെയ്യും. മൂന്നാമത് നമ്മൾക്ക് ആഗ്രഹമുള്ള പോലെ നമുക്ക് കിട്ടുന്ന സമയം നമുക്ക് റിയലി അതിനെക്കുറിച്ച് എൻജോയ് ചെയ്യാനായിട്ട് കഴിയും. നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്തിൽ ഒത്തിരി പേരുണ്ട്, ഒരുപാട് പൈസയുള്ളവരുണ്ട്, പക്ഷെ അവർക്ക് ആ പൈസ എൻജോയ് ചെയ്യാനായിട്ട് സമയം കിട്ടാറില്ല. അത് കുടുംബജീവിതം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അത് ആ രീതിയിലായിരിക്കും. നമ്മളെന്തായാലും അങ്ങോട്ട് കടക്കുന്നില്ല. നാലാമത് നമുക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വാളിറ്റി ലൈഫിൻ്റെ ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ്സ് ആണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനദണ്ഡങ്ങളാണ്. പിന്നെ നമുക്ക് ജീവിതം എൻജോയ് ചെയ്യണമെങ്കിൽ നല്ല സുഹൃത്തുക്കളുണ്ടാവണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുകയും നമ്മളുടെ സ്നേഹത്തിലും നമ്മളുടെ ദുഃഖത്തിലും സന്തോഷത്തിലും നമ്മളുടെ കൂടെ ഒന്നിച്ച് ഉള്ളവരാണ് ശരിയായ സുഹൃത്തുക്കളെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നല്ല അയൽവക്കക്കാരും. അപ്പോൾ ഇങ്ങനെ ഉള്ള ഈ മാനദണ്ഡങ്ങൾ മൊത്തമായിട്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു സാധാരണ നിലയിൽ ചിന്തിക്കുമ്പോൾ ഇത് സാധ്യമാകുകയില്ല. ഒന്നിയിൽ നമുക്ക് സമയമുണ്ടാവും, അല്ലെങ്കിൽ പൈസ ഉണ്ടാവും. ചിലർക്ക് പൈസയുണ്ട്, ചിലർക്ക് സമയമില്ല. ചിലർക്ക് സമയമുണ്ട്, ചിലർക്ക് പൈസയില്ല. ഇത് രണ്ടും ഉള്ളവർക്ക് ഹെൽത്ത് ഇല്ല. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ മാനദണ്ഡങ്ങളിൽ ചിലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിസ്മാച്ച് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നിച്ച് നമുക്കൊരു പാക്കേജായിട്ട് നേടുക എന്നുള്ളതാണ് നമ്മളുടെ ക്വാളിറ്റി ലൈഫ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു സേയിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുഡ് ലൈഫ് ഈസ് ദ എനിമി ഓഫ് ഗ്രേറ്റ് ലൈഫ്. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ജീവിതം നല്ലത് തന്നെയാണ്, അതിൽ യാതൊരുവിധ തെറ്റുമില്ല. എന്നാൽ അത് തന്നെ ഗ്രേറ്റ് ലൈഫ് അതിൻ്റെ ശത്രുവും കൂടിയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് എന്തും ഈ ലോകത്ത് നേടിയെടുക്കാനായിട്ട് കഴിയും. അങ്ങനെ ഒത്തിരി ആൾക്കാർ, സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ നമുക്കൊക്കെ ആഗ്രഹമുണ്ട്, എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണ് നമുക്ക് ജീവിതത്തിൽ സക്സസ്ഫുൾ ആകണം. എന്നാൽ സക്സസിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് തന്നെ പലരും സംബന്ധിച്ചിടത്തോളം പലതായിരിക്കാം. സോ നമുക്കെന്തായാലും ഒരു ഇൻകമുണ്ട്, അതിന് പ്ലാൻ എ എന്ന് വിളിക്കാം. നമ്മൾ ഈ പറയുന്നത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഷെയർ ചെയ്യുന്നത് പ്ലാൻ ബിയെ കുറിച്ചാണ്. അതായത് നമ്മൾ വണ്ടിക്കകത്തൊക്കെ കാണുന്നുണ്ടാവും സ്റ്റെപ്പിനി.
അപ്പോൾ അതെപ്പോഴാണ് ഉപയോഗം വരുന്നത്? നമ്മളുടെ മെയിൻ ടയറിന് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ, അതായത് നമ്മൾ ഒരു യാത്രയൊക്കെ പോവുകയാണെങ്കിൽ ആ സമയത്ത് നമ്മുടെ വണ്ടിക്കകത്ത് സ്റ്റെപ്പിനി ഇല്ലെങ്കിൽ, അതായത് അഞ്ചാമതൊരു ടയർ കണ്ടീഷനിലല്ലെങ്കിൽ നമുക്ക് തന്നെ ടെൻഷനുണ്ടാവും. അപ്പം നമ്മുടെ ഇൻകത്തിനെക്കുറിച്ച് അങ്ങനൊരു സ്റ്റെപ്പിനി നമുക്കുണ്ടോ? അതായത് നമുക്ക് ഇന്ന് നമ്മളെല്ലാവരും മിടുക്കന്മാരാണ്, പക്ഷേ നമ്മളുടെ കയ്യോ കാലോ ആടിയില്ലെങ്കിൽ നമുക്കിപ്പോൾ കിട്ടുന്ന ഇൻകം അത് ആയിരങ്ങളാവാം, ലക്ഷങ്ങളാവാം, കോടികളാവാം. അത് നാളെ മുതൽ നമ്മുടെ കുടുംബത്ത് വരുമോ? അതായത് നമുക്ക് നമ്മളുടെ പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, അതായത് നമ്മളുടെ അബിലിറ്റിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ ഇൻകം, നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻകം, നമ്മളുടെ ഇറസ്പെക്റ്റീവ് ഓഫ് നമ്മളുടെ എഡ്യൂക്കേഷൻ ഓർ എക്സ്പീരിയൻസ്, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്നുള്ളത് പിന്നീട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനൊരു സാഹചര്യം ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ നമുക്ക് പ്ലാൻ ബിയെക്കുറിച്ച് നമുക്ക് എന്ത് നേടാം, അതാണ് നമുക്ക് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. നമ്മളൊക്കെ കഷ്ടപ്പെടുന്നു ആ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കാൻ സന്നദ്ധരാണെങ്കിൽ, നമ്മളുടെ ഏജ് ഒരു പ്രശ്നമല്ല, വിദ്യാഭ്യാസം ഒരു പ്രശ്നമല്ല. ഇവിടെ ഈ പ്രൊജക്റ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് നേടാം എന്നുള്ളതാണ്. സാധാരണഗതി നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതിൽ കൂടുതലൊക്കെ ഇൻകം ഉണ്ടായിരിക്കാം, എനിക്കറിയില്ല. എന്നാൽ നിങ്ങൾ നേടുന്ന ഇൻകം അത് സെക്യൂർഡ് ആണോ ഇല്ലയോ എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതായത് നിങ്ങളുടെ വിദ്യാഭ്യാസവും നിങ്ങളുടെ എക്സ്പീരിയൻസും എന്ന് പറയുന്നത് അത്രയും വർഷം എടുത്തു എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ ആ ഒരു ആവറേജ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വ്യക്തി ഏകദേശം 22 മുതൽ 25 വർഷം വരയ്ക്കും പഠനകാലമാണ്. അതിനുശേഷമാണ് നമ്മൾ ജോലിക്ക് അല്ലെങ്കിൽ നമ്മളുടേതായ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നത്. അപ്പോഴത്തേക്ക് എന്ന് പറയുമ്പോൾ എത്രയോ വർഷത്തെ നമ്മളുടെ വിദ്യാഭ്യാസത്തിന് ശേഷമാണ് നമ്മൾ എന്തെങ്കിലും നേടാൻ തുടങ്ങുന്നത്. എന്നാൽ ആ വിദ്യാഭ്യാസം കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് വളരെയധികം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ പ്രൊജക്റ്റിനെ കുറിച്ചും നമ്മളുടെ സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനായിട്ടുള്ള സമയമാണ് 3 മുതൽ 6 മാസം എന്ന് പറയുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മളുടെ കഴിവുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്നവരുടെ സപ്പോർട്ട് എടുത്ത് നമ്മൾ അത് പഠിച്ചു മുമ്പോട്ട് പോവുകയാണെങ്കിൽ എന്താണ് ആവറേജ് ഇൻകം? ഇതിനകത്ത് കൂടുതൽ ഒരു മാസം കൊണ്ടൊക്കെ 1 ലക്ഷം രൂപ നേടിയ ആൾക്കാരുണ്ട്. പക്ഷെങ്കിൽ നമ്മൾ ഒരു പക്ഷെങ്കിൽ അവരെ പോലെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കേപ്പബിലിറ്റി ഉള്ളവരായിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു ആവറേജ് ഇൻകവും ആവറേജ് സമയവും പറയുന്നത്. ഇത് കൂടുതലാവാം, കുറവുമാകാം. സോ 3 to 6 months എന്ന് പറയുമ്പം ഇവിടെ 5000 മുതൽ 40,000 രൂപ വരയ്ക്കും ഇൻകം നമുക്ക് നേടാനായിട്ട് കഴിയും. സാധാരണഗതിയിൽ ഈ ഒരു ഇൻകം ജോലിയിൽ നിന്ന് നേടാനാണെങ്കിൽ ഒരു സാധാരണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ ഒരു കോളേജിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങിയവർക്ക് ഇത് ഏകദേശം ചില സമയത്തിൽ അവരുടെ ജീവിതകാലം മൊത്തം കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു മാസം അത്രയും നേടാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. അത് അവരുടെ തലങ്ങളെ അപേക്ഷിച്ചിരിക്കും. ഇവിടെ 6 മുതൽ 24 മാസം വരയ്ക്ക് നമ്മൾ ഈ പ്രൊജക്റ്റ് മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഏകദേശം 50,000 മുതൽ 1 ലക്ഷം രൂപയിലധികം നമുക്കൊരു മാസം നേടാനായിട്ട് കഴിയും. 2 മുതൽ 5 വർഷം നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ 1 ലക്ഷം മുതൽ 5 ലക്ഷം രൂപയിലധികം നമുക്കൊരു മാസം നേടാനായിട്ട് കഴിയും. ഇതിൽ കൂടുതലുണ്ട്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രൊജക്റ്റിൽ കൂടെ വളരെയധികം നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റുന്നതിലും കൂടുതൽ ഇൻകം ഒരു മാസം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അവരെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. അപ്പോൾ ഇപ്പോഴത്തെ നമ്മളുടെ സിനാരിയോ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഒരുപാട് കൂടിയിരിക്കുന്നു. ഒരുപാട് കമ്പനികൾ അടച്ചു പൂട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഏകദേശം അടുത്ത 10 വർഷം കൊണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി തന്നെ ചേഞ്ചസ് ഉണ്ടാവും. ഇപ്പോൾ തന്നെ നമുക്കെല്ലാം അറിയാം, റോബോട്ട്സിൻ്റെ യുഗമായി കഴിഞ്ഞ് പതുക്കെ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള സമയത്തെക്കുറിച്ച് നമുക്കൊക്കെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ, എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇത് സെൻറ്റർ ഫോർ മോണിറ്ററിങ് ഇന്ത്യൻ എക്കോണമിയുടെ ഒരു സ്ഥാപനമുണ്ട്. അവരാണ് ഇതിനെക്കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്യുന്ന അൺഎംപ്ലോയ്മെൻറ്റും കാര്യങ്ങളുമൊക്കെ. അവർ പറയുന്നത് ഇപ്പോഴത്തെ സമയത്ത് ഏകദേശം 27%
ആൾക്കാരുടെ ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്ന് പറയുമ്പം ഏകദേശം 12 കോടിയിലധികം ആൾക്കാരുടെ ജോബ് അല്ലെങ്കിൽ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് റിപ്പോർട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. നമ്മളും ചേഞ്ച് ചെയ്യാൻ തയ്യാറാകണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മുമ്പോട്ട് വളരെ ഈസിലി ആയാസകരമായിട്ട് നമുക്ക് പോകാനായിട്ട് കഴിയും. നമ്മളൊന്നും ആരും ചിന്തിച്ചിരുന്ന കാര്യമേ അല്ല ഇന്ത്യയിൽ ഷോപ്പിംഗ് മോൾസൊക്കെ വരുമെന്നുള്ളത്, അല്ലേ? എന്നാൽ നമ്മളുടെ കൺമുമ്പിൽ തന്നെ നമ്മളിതെല്ലാം കണ്ടു കഴിഞ്ഞു. ഇന്ന് മോൾസ് ഇല്ലാത്ത ഒരു സിറ്റിയും തന്നെയില്ല. അപ്പോൾ ഈ ചേഞ്ചസ് എന്നൊക്കെ പറയുന്നത് ഇത് മസ്റ്റാണ്. നമുക്കതിനെ ഒരിക്കലും തടയാനും കഴിയില്ല. ഇവിടെ ഡൽഹിയുടെ അടുത്ത് ഗുഡ്ഗാവ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഗാവ് എന്ന് പറയുമ്പോൾ തന്നെ അത് ഗ്രാമം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അത് ഗ്രാമമാണെന്ന് പറയാൻ കഴിയില്ല. നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. ഹരിയാനയിൽ ഒരുപാട് അധികം ഇൻഡസ്ട്രീസ് ഇപ്പോൾ മാനുഫാക്ചറിങ് വെളിയിൽ നിന്നുള്ള കമ്പനികളൊക്കെയും അവിടെ ഇൻഡസ്ട്രി ഇടുന്നുണ്ട്. കാരണം ഹരിയാന ഗവൺമെൻറ് അതിനുള്ള ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നുണ്ട്. നിസ്സാരം നമുക്ക് അത്രയും മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ നമ്മൾ ഇതൊക്കെ ചിന്തിച്ചതായിരുന്നോ നമ്മളൊക്കെ ടാക്സി ഉപയോഗിക്കുമ്പോൾ ഊബർ ഓല ഇങ്ങനെയുള്ള വണ്ടികൾ ഉപയോഗിക്കുമെന്ന്? നോ. പതുക്കെ കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു. അപ്പോൾ മാറ്റങ്ങൾ വളരെ ആവശ്യമാണ്. നമ്മളുടെ ഹോട്ടൽ ഇൻഡസ്ട്രി, അല്ലേ, നമുക്കൊക്കെ അറിയാം. നമ്മളിപ്പോൾ ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന രീതികൾ ലോക്ക്ഡൗണിന് മുമ്പുള്ള കാര്യമാണ്. ഇപ്പോഴും ആൾക്കാർ ഇതിനകത്ത് വീണ്ടും ഓർഡേഴ്സൊക്കെ ചെയ്യാറുണ്ട്. അപ്പം എല്ലാ രീതിയിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചേഞ്ചസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അർബൻ കമ്പനി എന്ന് പറയുന്ന ഇപ്പോൾ അതിൻ്റെ പേര് മാറിക്കഴിഞ്ഞു. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ സർവീസസും അണ്ടർ വൺ അംബ്രല, അതാണ് അവരുടെ കൺസെപ്റ്റ്. എല്ലാ സർവീസും നമുക്ക് ഒരു കുടക്കീഴിൽ കിട്ടും എന്നുള്ളതാണ്. സോ ലെറ്റ്സ് മൂവ്. ഇപ്പോൾ നമ്മളുടെ പ്രോജക്റ്റ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻറ്റിസ്റ്റുകളുണ്ട്, വൈസ് പ്രസിഡൻറ്റ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, IIT ഗോൾഡ് മെഡലിസ്റ്റ്, എൻജിനീയേഴ്സ് ഉണ്ട്, ടീച്ചേഴ്സ്, ഹൗസ് വൈഫ്സ്, അതായത് ഡൊമസ്റ്റിക് എൻജിനീയേഴ്സ്, IAS ഓഫീസേഴ്സ്, IPS, IFS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, കമ്പ്യൂട്ടർ കൺസൾട്ടൻസ്, ട്രാവൽ ഏജൻറ്റ്സ്, IIT എൻജിനീയേഴ്സ്, MBA HR പ്രൊഫഷണൽസ്. അപ്പോൾ നമ്മളൊക്കെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ആ തലത്തിൽ എത്തിയ ആൾക്കാർ തന്നെ ഈ പ്രൊജക്റ്റിനെ കുറിച്ച് മുമ്പോട്ട് സീരിയസ്ലി എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ കണ്ടിട്ടില്ലാത്തതും നമ്മൾ അറിഞ്ഞിട്ടില്ലാത്തതുമായ എന്തോ പ്രത്യേകത ഈ പ്രൊജക്റ്റിനുണ്ടെന്നുള്ളതാണ്. മറ്റൊന്നുമല്ല, നമുക്കെല്ലാം ഞാൻ ആദ്യം പറഞ്ഞ വളരെ സിമ്പിളാണ്. കാരണം പിന്നീട് ഞാനിതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചറിവിനുള്ള ഉപാധിയാണ്, മറ്റൊന്നുമല്ല. നമുക്ക് കാര്യങ്ങൾ തെറ്റെന്താണ് ശരി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഉപാധിയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ചിലരതിനെ അവരുടെ കരിയർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇറ്റ്സ് ഗുഡ്, എവറിത്തിങ് ഈസ് ഗുഡ്. എല്ലാ പ്രൊഫഷനും നല്ലതാണ്. നമ്മൾ ഒന്നിനും എതിരല്ല. ലോകത്തിലുള്ളതെല്ലാം നല്ലതാണ്. നമ്മളുടെ കാഴ്ചപ്പാട് എങ്ങനെയാണെന്നുള്ളതിനെ അപേക്ഷിച്ചിരിക്കുമെന്ന് മാത്രം. അപ്പോൾ ഇവിടെ ബസ് കണ്ടക്ടേഴ്സും ഉണ്ട്, ഇലക്ട്രീഷ്യൻസ് എന്ന് പറയുമ്പോൾ സ്റ്റാഫ് നഴ്സ്, ആക്ടേഴ്സ്, ആക്ട്രസസ്. സോ ദാറ്റ് മീൻസ് എവറി ഇൻഡിവിജ്വൽ, എവറി പ്രൊഫഷൻ ഫ്രം ഓൾ വാക്സ് ഓഫ് ലൈഫ് ആൾക്കാർ ഈ പ്രോജക്റ്റിൽ ഉണ്ട്. അവർ സക്സസ്ഫുൾ ആണ് താനും. സോ നമ്മളുടെ ഈ സേബി ക്വാഡ്രൻസ് എന്ന് പറയുന്നത് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നുള്ളതല്ല. ഇത് 4 തരത്തിൽ നിയമപരമായിട്ട് എങ്ങനെ നമുക്ക് ഇൻകം നേടാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചുള്ള നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇത് റോബർട്ട് കിയോസാക്കി എന്ന് പറയുന്ന ഒരു തത്വശാസ്ത്രജ്ഞൻ, അതായത് വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ എക്കോണമിക് അഡ്വൈസേഴ്സായിട്ടും ജോലി ചെയ്തിരുന്ന അദ്ദേഹമാണ്. ഇപ്പോൾ ബുക്സൊക്കെ എഴുതുന്നുണ്ട്. ഇവിടെ എന്താണ് പ്രത്യേകത പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ നമുക്ക് ഇൻകം നേടാനായിട്ട് എവിടെയെങ്കിലുമൊക്കെ ജോലി ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ നമ്മളുടെ സ്വന്തം കടയോ അല്ലെങ്കിൽ സ്വന്തം പ്രൊഫഷണലായിട്ട്, അതായത് വക്കീലോ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ കമ്പനി സെക്രട്ടറി, അതായത് കോസ്റ്റ് അക്കൗണ്ടൻ്റായിട്ടോ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ക്ലിനിക്ക് ആരംഭിക്കുകയോ ചെറിയ കടകൾ തുറന്നിരിക്കുക, ഇതൊക്കെയാണ് സ്വന്തമായിട്ടുള്ള ബിസിനസ്സോ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെൻ്റ് എന്ന് പറയും. ഇവിടെ
ഇതിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചു കഴിഞ്ഞാൽ, ഇടതും വലതും എന്ന് നമ്മൾ തരംതിരിച്ചു കഴിഞ്ഞാൽ, ഇടതുവശത്ത് 80% ലോകത്തിലെ ആൾക്കാരുണ്ട്. എന്നാൽ വലതുവശത്ത് വെറും 20% ആൾക്കാരേ ഉള്ളൂ. എന്നാൽ ധനം, ലോകത്തിൻ്റെ മൊത്തം ധനത്തെക്കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 80% ആൾക്കാരുടെ കയ്യിൽ വെറും 20% ധനമേ ഉള്ളൂ. അതേസമയം 20% ആൾക്കാർ, അതായത് വലതുവശത്തുള്ള ആൾക്കാർ, അവർക്ക് ലോകത്തിൻ്റെ 80% വെൽത്ത് അവരുടെ കയ്യിലാണ്. അപ്പോൾ ഇവരെന്താണോ ചെയ്യുന്നത് അത് നമ്മൾ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കും ഇടതു നിന്നും വലത്തോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് ചുരുക്കം. ഇപ്പോൾ ഇടത്തിലുള്ള ആൾക്കാരെ പറയുന്നത്, ഇടതുവശത്തുള്ള, അതായത് ES ക്വാഡ്രൻറ്റിലുള്ള ആൾക്കാരെ പറയുന്നത് ആക്റ്റീവ് ഇൻകം അല്ലെങ്കിൽ ടൈം ബേസ്ഡ് ഇൻകം എന്ന് പറയുന്നത്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ സമയമുണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ഇൻകം ഉണ്ടാവുകയുള്ളൂ. വലതുവശത്തുള്ള ആൾക്കാർ അവർ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പൈസ നേടുകയാണ്. അല്ലെങ്കിൽ നമുക്കറിയാം ബിസിനസ് ടൈക്കൂൺസ്, ലക്ഷ്മി നാരായൺ മിത്തലോ ടാറ്റായോ റിലയൻസോ, ഇവരൊക്കെ ബിസിനസ് ഓണേഴ്സാണ്. ഇവർക്ക് സ്വന്തമായിട്ടുള്ള അവരുടെ സ്ഥാപനത്തിൽ ലക്ഷക്കണക്കിന് പഠിത്തമുള്ള, വിദ്യാഭ്യാസം ഒരുപാട് നേടിയിട്ടുള്ള ആൾക്കാരെ അവരുടെ സമയം ഒരു നിശ്ചിത തുക കൊടുത്തുകൊണ്ട് അവരുടെ സമയം വാങ്ങിച്ചിട്ടാണ് അവർക്ക് വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യുന്നത്. അതിനകത്ത് യാതൊരു തെറ്റുമില്ല. എന്നാൽ ഈ ബിസിനസ് ഓണേഴ്സിനൊന്നും അത്രയും വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല, നമുക്കൊക്കെ അറിയാം. അപ്പോൾ നമുക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇറ്റ്സ് ഗുഡ്, ബട്ട് ഇറ്റ് കനോട്ട് ഗിവ് യു ഫ്രീഡം. നമുക്കൊരിക്കലും അത് സ്വാതന്ത്ര്യം നേടിത്തരാൻ കഴിയില്ല. എത്ര മാത്രം വിദ്യാഭ്യാസം ഉള്ളവരായിക്കോട്ടെ, IPS, IAS, IFS എന്തും ആയിക്കോട്ടെ, പക്ഷേ അവർക്കൊന്നും സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാനായിട്ട് ആ വിദ്യാഭ്യാസത്തിന് ഒരിക്കലും സാധിക്കില്ല. കാരണം വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ തന്നെ അതിന് കോമൺ സെൻസ് ഉണ്ടായിരിക്കണമെന്ന് അത്ര ഇതൊന്നുമില്ല. സാധാരണ ബുദ്ധിയുള്ള ആൾക്കാർ വളരെ ചുരുക്കമാണ്, നമുക്കൊക്കെ അറിയാം. കോമൺ സെൻസ് ഇസ് നോട്ട് സോ കോമൺ, അല്ലേ? അപ്പം എല്ലാം നല്ലത് തന്നെയാണ്, പക്ഷെ നമുക്കെന്താണ് വേണ്ടതെന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇപ്പം നമ്മൾ ഇടതുവശത്താണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് പതുക്കെ നമ്മൾ വലതുവശത്തോട്ട് നീങ്ങാനാണ് ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ശ്രമിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മളും അസറ്റ് ബേസ്ഡ് ഇൻകം കാറ്റഗറിയിലായിരിക്കും, അല്ലെങ്കിൽ പാസീവ് ഇൻകം നേച്ചറിലോട്ട് നമുക്ക് മൂവ് ചെയ്യാനായിട്ട് കഴിയും. നാലാമത്തെ ക്വാഡ്രൻറ്റ് ഇൻവെസ്റ്റേഴ്സ്, നമുക്കെല്ലാം അറിയാം. ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആയിരങ്ങൾ നേടും, കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലക്ഷങ്ങൾ നേടും. അതാണ് ഇൻവെസ്റ്റേഴ്സ് ക്വാഡ്രൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എങ്ങനെ നമുക്ക് ഇടതു നിന്നും വലതോട്ട് നീങ്ങാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സക്സസ്ഫുള്ളായിട്ടുള്ള ആൾക്കാർ നമ്മളെ പഠിപ്പിക്കാൻ തയ്യാറാണ്. പക്ഷെ നമ്മൾ തയ്യാറാണോ ഇടതു നിന്നും വലത്തോട്ട് നീങ്ങാൻ? അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റ് കൊണ്ട് പ്രയോജനമുള്ളൂ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് വലത്തോട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊക്കെ ആഗ്രഹമുണ്ട് ഇടതു നിന്നും വലത്തോട്ട് മൂവ് ചെയ്യാൻ, പക്ഷേ അതിന് സാധിക്കാറില്ല. അതിൻ്റേതായ ചില കാരണങ്ങളുണ്ടാവും. കാരണം ഒരു ബിസിനസ് സിസ്റ്റമൊക്കെ ജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്, അല്ലേ? പിന്നെ നമുക്കതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവില്ല, നമുക്കതിന് ഓൾറെഡി നമ്മളൊക്കെ ബിസിയാണ്. പിന്നെ അത് എവിടെ നിന്ന് സെറ്റപ്പ് ചെയ്യാനായിട്ട് സമയം എവിടെ? അപ്പോൾ പല കാരണങ്ങളുണ്ടാവും. പിന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് സക്സസ്ഫുൾ ആകുമെന്നുള്ളതിന് യാതൊരുവിധ ഗ്യാരണ്ടിയുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില മുഖ്യമായ കാരണങ്ങൾ കൊണ്ടാണ് ഈ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ആൾക്കാർ ഇടതു നിന്നും വലത്തോട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇടതുവശത്തുള്ളവരാണോ സ്മാർട്ട്, അതോ വലതുവശത്തുള്ളവരാണോ? ഇടതുവശത്തുള്ളവർക്ക് വളരെയധികം വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ വലതുവശത്തുള്ളവർക്ക് ദേ ആർ വെരി സ്മാർട്ട്. അവർ പൈസ കൊടുത്തിട്ട് വിദ്യാഭ്യാസമുള്ളവരുടെ സമയം വാങ്ങിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ MBA എടുക്കുമ്പോഴും അതുതന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളൊക്കെ പറയുന്നത് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. അപ്പം ബിസിനസ്സിനെ എങ്ങനെ അഡ്മിനിസ്റ്റർ ചെയ്യാമെന്നുള്ളതിൻ്റെ മാസ്റ്റർ ഡിഗ്രി എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താ? ജോലി. മറ്റുള്ളവരുടെ ബിസിനസ്സിനെ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുകയാണ്.
അപ്പോൾ നമുക്കവിടെ സാധാരണ ബുദ്ധി ഉണ്ടോ എന്ന് നമ്മൾ തന്നെ ചിന്തിക്കുക. ഇതാണ് വിദ്യാഭ്യാസത്തിൻ്റെ തിരിച്ചറിവെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആഗ്രഹമുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ശരിയായ വാഹനത്തിലാണോ നമ്മളുടെ യാത്ര? അതായത് നമ്മളുടെ ആഗ്രഹം ജീവിതത്തിൽ നമ്മൾ പറഞ്ഞ ആ 4-5 മാനദണ്ഡങ്ങൾ, ഒരു ക്വാളിറ്റി ലൈഫ് നേടാനായിട്ടുള്ള അതിനുള്ള ശരിയായ വാഹനത്തിലാണോ നമ്മൾ സഞ്ചരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നിന്നും ഇന്ത്യയിൽ നിന്നും നമുക്ക് സിംഗപ്പൂരോ സ്വിറ്റ്സർലൻഡോ നമ്മളുടെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ നമ്മൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ലെറ്റ് us say ഫോർ എക്സാമ്പിൾ സ്വിറ്റ്സർലൻഡ്. നമ്മളുടെ കയ്യിൽ ഏറ്റവും നല്ല വാഹനം ഉണ്ടെന്നിരിക്കട്ടെ, അതായത് മെർസിഡീസോ ഓഡിയോ ജാഗ്വാറോ ലംബോർഗിനിയോ എനി ഗുഡ് വെഹിക്കിൾ അല്ലേ, ഇതെല്ലാം നമുക്കറിയാം ലോകത്തിലെ നല്ല കാറുകളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ കാറിന് നമ്മളെ ഇന്ത്യയിൽ നിന്നും സ്വിറ്റ്സർലൻഡിൽ എത്തിക്കാൻ സാധിക്കുമോ ഇല്ലയോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? വളരെ നിസ്സാരമാണ്. ഈ വെഹിക്കിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഡിസൈൻ ടു ഫ്ലൈ എന്ന് പറഞ്ഞാൽ പറക്കാൻ വേണ്ടിയിട്ട് അതിനെ ഡിസൈൻ ചെയ്തിട്ടില്ല, അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ചിന്തിക്കുന്നു നമുക്ക് ഇടതു നിന്നും വലത്തോട്ട് മാറണമെന്ന്, പക്ഷെങ്കിൽ നമ്മളിരിക്കുന്ന വാഹനം ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ നമ്മളുടെ ആഗ്രഹം അനുസരിച്ച് കൊണ്ടുവന്ന് എത്തിക്കാൻ, നമ്മളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കാനായിട്ട് പവർഫുള്ളായിട്ടുള്ള വെഹിക്കിളിലല്ല നമ്മൾ സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് ലോകത്തിലെ 80% ആൾക്കാർ ഇടതുവശത്തായി പോകുന്നതും. എന്നാൽ ഒരു ചെറിയ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിലി ഇടതു നിന്നും വലത്തോട്ട് മാറാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി ചെയ്യേണ്ടത് അല്പം സാധാരണ ബുദ്ധി വേണം, പഠിക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ 20% കാറ്റഗറിയിൽ നമുക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി വരുന്ന സമയമാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത്, മേ ബി 2 to 5 years, മേ ബി 2 to 10 years, വി ഡോണ്ട് നോ. അത് നിങ്ങളുടെ എഫേർട്സിനെ ബേസ് ചെയ്തിട്ട് മാത്രമായിരിക്കും. ഓക്കെ, സോ നമ്മൾ ഇനിയും രണ്ടാമത്തെ ഭാഗത്തോട്ട് പോവാണ്. എന്താണ് ഈ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്? ഇതിന് ഫ്രീ എൻ്റർപ്രൈസസ് എന്ന് പറയും. സ്വതന്ത്രമായിട്ട് ഒരു നമ്മളുടെ സ്വന്തം സംരംഭം ആരംഭിക്കുക എന്നുള്ളതാണ്. അതിന് യാതൊരുവിധ മുതൽ മുടക്കുമില്ലാതെ. ഇതിന് 4 ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്താണ്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മളുടെ ഫ്രീഡം, നമ്മളുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് നമുക്ക് ഈ പ്രൊജക്റ്റ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് ഫ്രീഡം പിന്നീട് കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത മാതിരി ഇതൊരു ഫാമിലി കൺസെപ്റ്റാണ്. പിന്നെ നമ്മളിവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കിട്ടിയ ഹോപ്പ് മറ്റുള്ളവരിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം കുറച്ചുകൂടെ നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നുള്ള ഒരു ഹോപ്പ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. 4ാമത്തെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ റിവാർഡ്. നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു റിവാർഡ്, അല്ലെങ്കിൽ ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊണ്ട് നേടാവുന്നതും എന്നാൽ പൈസ കൊണ്ട് നേടാൻ പറ്റാത്തതുമായ ഒരുപാട് കാര്യം, ദാറ്റ്സ് ഇൻടാഞ്ചിബിൾ റിവാർഡ്സ് നമുക്ക് നേടാനായിട്ട് കഴിയും. അപ്പോൾ ഈ പ്രൊജക്റ്റിൻ്റെ ഫൗണ്ടേഴ്സ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിച്ച് ആൻഡ് ജെ എന്ന് പറയുന്ന 2 സുഹൃത്തുക്കളാണ്. ഇപ്പോൾ 2 പേരും ജീവിച്ചിരിപ്പില്ല. അവരുടെ മക്കൾ ഡഗ് ആൻഡ് സ്റ്റീവ്. ഇപ്പോൾ അവരാണ് ആ സുഹൃത്ത് ബന്ധം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ തലമുറകളായിട്ട് മുമ്പോട്ട് പോകുന്നു. സോ വി ആർ വെരി പ്രൗഡ്. അപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ എത്രമാത്രം സ്ട്രോങ് ആണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് കഷ്ടപ്പെടുന്നത് കൊണ്ട് പ്രയോജനമുണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആരംഭം എന്ന് പറയുന്നത് 1959 ഏകദേശം 61 വർഷത്തിൽ കൂടുതലായിരിക്കുന്നു. എല്ലാ രാജ്യത്തും ഇവർ നമ്പർ 1 ആണ്. ഇന്ത്യയിൽ നമ്പർ 1 ആണ്. 70,000 കോടിയിലധികം അവർ ടേൺ ഓവർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും വലിയൊരു സംരംഭമാണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ അത്രയും നമ്മൾ സീരിയസ് ആയിരിക്കണമെന്ന് മാത്രം. അപ്പോൾ നമ്മളൊക്കെ എവിടെയെങ്കിലും ജോലി ചെയ്യുവാണെങ്കിലോ ബിസിനസ് ചെയ്യുവാണെങ്കിലോ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. 70,000 കോടിയിൽ കൂടുതൽ ടേൺ ഓവർ ചെയ്യുക ഒരു വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി അല്ലേ? അപ്പോൾ അത്രയും വലിയ ക്രെഡൻഷ്യൽസ് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. 108 അധികം രാജ്യങ്ങളിൽ ഇവരുടെ പ്രസൻസ് ഉണ്ട്. സ്വന്തമായിട്ട് 450
പ്രോഡക്ട്സ് ഉണ്ട്. ഇപ്പം നമ്മൾ ബിസിനസ് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലേ ഉള്ളൂ. ഒന്ന് ഈ പ്രോഡക്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ സർവീസ് ഉണ്ടാവും. ഇത് രണ്ടും ഇല്ലെങ്കിൽ അത് വല്ല സ്കീമോ ചെയിനോ ഒക്കെ ആയിരിക്കാം. ഇവിടെ പ്യുവർ ബിസിനസ്സാണ്. കാരണം സ്വന്തമായിട്ടുള്ള 450 പ്രോഡക്ട്സ് ഉണ്ട്. ഇതെല്ലാം തന്നെ പേറ്റൻറ്റഡ് ആണ്. അതിനകത്ത് തന്നെ അവർക്ക് 1000-ലധികം പേറ്റൻസ് ഉണ്ട്. 1000 പേറ്റൻസോളം പെൻഡിങ്ങിലാണ്. 1200-ലധികം ഹൈലി ക്വാളിഫൈഡ് സയൻറ്റിസ്റ്റ് ഇവർക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നു. 6500-ലധികം ഓർഗാനിക് ഫാമിംഗ് ലാൻഡ് ഇവർക്കുണ്ട് സ്വന്തമായിട്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, കോടാനുകോടി രൂപയുടെ അവർ ഓൾറെഡി മുടക്കി കഴിഞ്ഞു. 75-ലധികം R&D സെൻറ്റേഴ്സ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനൊരു സെറ്റപ്പ് ചെയ്യണമെങ്കിൽ എത്രയോ കോടിക്കണക്കിന് രൂപ മുടക്കിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇന്ത്യയിൽ ഇവർ 1998-ലാണ് വരുന്നത്. 2000-ലധികം കോടിയുടെ ടേൺ ഓവർ അവർ ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ. നമുക്ക് മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്റ്റിൽ ആദ്യം ഇവരാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ അവിടെ തന്നെ ഏകദേശം 1000 കോടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. തമിഴ്നാട്ടിലെ ഡിണ്ടിക്കൽ ഡിസ്ട്രിക്റ്റിൽ നിലക്കോട്ടை എന്ന് പറയുന്ന സ്ഥലത്ത് അവരുടെ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് മാനുഫാക്ചറിങ് പ്ലാന്റ് ആണ് ഇട്ടിരിക്കുന്നത്. 1000 കോടി തന്നെ ഇപ്പോൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റിന് വേണ്ടിയിട്ട്. അതൊക്കെ നമുക്കിപ്പോൾ കാണാം, ജസ്റ്റ് ഒരു പിക്ചർ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 50 മുതൽ 50,000, അതായത് 50 രൂപ മുതൽ 50,000 രൂപ വരെ വിലയുള്ള പ്രോഡക്ട്സ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സാധാരണക്കാരനും സ്വന്തമായിട്ട് ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ അതൊരു ബാധകം, പൈസ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒരു ബാധകമേ അല്ല. അതിനു വേണ്ടിയിട്ടാണ് റിച്ച് ആൻഡ് ജെ ഇതിന് 1 രൂപ പോലും വാങ്ങിക്കാതെ കണ്ട് സംരംഭം ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് ഇന്ത്യയിൽ ഏകദേശം 200-ലധികം സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ്സ് ഉണ്ട്. സോ ഇത്രയും ക്രെഡൻഷ്യൽ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. ജസ്റ്റ് നട്ട്ഷെല്ലിൽ ഞാൻ ഒന്ന് രേഖപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുള്ളതും ഏറ്റവും പ്രൗഢമായിട്ടുള്ള ഒരു സമയമാണ്. ഇത് ഈ കമ്പനിയുടെ പേരെന്ന് പറയുന്നത് ഗ്ലോബൽ, ആംവേ ഗ്ലോബൽ എന്നാണ്. ഇപ്പോൾ ആംവേ എന്ന് പറയുമ്പോൾ ഒത്തിരി പേരൊക്കെ കേട്ടിട്ടുണ്ടാവും. അമിതാഭ് ബച്ചനെന്നോ തെണ്ടുൽക്കർ എന്നൊക്കെ പറയുന്ന മാതിരിയൊക്കെ എല്ലാവരും ആംവേ എന്ന് പറയുന്ന കമ്പനി കേട്ടിട്ടുണ്ടാവും. പക്ഷേ അതിനെക്കുറിച്ച് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. ടാറ്റ, ബിർള, റിലയൻസ്, എവരിബഡി, ഓൾ ഓർഗനൈസേഷൻസ് ആർ ഗുഡ്. പക്ഷെങ്കിൽ ഇവരാരും നമുക്ക് 1 രൂപ മുടക്കാതെ കൊണ്ട് ഒരു ഓപ്പർച്യൂണിറ്റിയും തരാൻ തയ്യാറല്ല. ആണോ? ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത നമുക്ക് വേണ്ടിയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി തരാൻ ആരാണ് തയ്യാറായിട്ടുള്ളത്? അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും നമ്പർ 1 കമ്പനിയായിട്ട് ഇത് അറിയപ്പെടുന്നതും. നമ്മളുടെ മൈക്രോസോഫ്റ്റിൻ്റെ ചെയർമാൻ ബിൽ ഗേറ്റ്സ് പറയുന്നത് തന്നെ അതായിരുന്നു. എൻ്റെ കയ്യിൽ മൈക്രോസോഫ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഒരു ആംബേ ഡിസ്ട്രിബ്യൂട്ടർ ആയനേമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളുടെ US പ്രസിഡൻറ്റ്സ് എല്ലാം തന്നെ, ട്രംപിനെ കുറിച്ച് എനിക്കറിയില്ല, ബാക്കിയുള്ള പ്രീവിയസ് നമ്മളുടെ ഈ അടുത്ത സമയത്തെ ജോർജ് ബുഷ് മുതൽ മുമ്പോട്ട് വന്ന എല്ലാ പ്രസിഡൻസും ആംവേ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. അപ്പോൾ നമുക്കൊക്കെ ഏറ്റവും സന്തോഷമുള്ള അല്ലെങ്കിൽ വളരെ പ്രൗഢമായിട്ടുള്ള ഒരു അസോസിയേഷനാണ് ആംവേയുമായിട്ട്. ഇതാണ് നമ്മൾ തമിഴ്നാട്ടിലെ ഗോൾഡ് സർട്ടിഫൈഡ് ഗോൾഡ് ലീഡ് പ്ലാന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചർ എന്താണ്? നീതി ആയോഗ് എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷനാണ്. ഇവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ജോബ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ CEO ആയ ശ്രീ അമിതാഭ് കാന്ത് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ആരാണോ ഇൻവൈറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ അവരുടെ വീഡിയോ ഉണ്ട്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അദ്ദേഹം വളരെ പ്രൗഢോടുകൂടിയാണ് ആംവേയെക്കുറിച്ച് പറയുന്നത്. കാരണം ഇത്രയും നല്ല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്ന വേറൊരു കമ്പനിയും ലോകത്തുണ്ടാവില്ല. ആരെങ്കിലുമൊക്കെ എവിടെങ്കിലുമൊക്കെ ഗവൺമെൻറ്റിനെ കളിപ്പിക്കാനൊക്കെ ആയിരിക്കും ശ്രമിക്കുന്നത്. ഇവിടെ ഇവർ തന്നെ എല്ലാ റൂൾസും സെറ്റ് ചെയ്തുകൊണ്ട് വളരെ എത്തിക്കലി ഈ ഒരു ഓർഗനൈസേഷൻ, അതുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാ രാജ്യത്തും നമ്പർ 1 ആയിട്ടുള്ളത്. ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ആരെങ്കിലും 2ാം സ്ഥാനത്ത് വരുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ആംവേയുടെ പകുതി പോലും ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ ഇത് ചില പത്രമാധ്യമങ്ങളുടെ റിപ്പോർട്ട്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് വളരെയധികം ജോബ്സ് യങ് ജനറേഷന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. KPMG പോലുള്ള ഓർഗനൈസേഷൻ, KPMG എന്താണെന്നുള്ളത് നിങ്ങൾ വെബ്സൈറ്റിലൊന്ന് അടിച്ചു നോക്കുക. ഏകദേശം $30 ബില്യൺ ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യുന്ന കമ്പനിയായിട്ടാണ് ആംവേ ടൈപ്പ് ആയിട്ടുള്ളത്.
അവർ നമുക്ക് ട്രെയിനിങ് തരുന്നുണ്ടാവും ഓൺലൈനിൽ. ഫിക്കി പോലുള്ള ഓർഗനൈസേഷൻ, KPMG ഇവരെല്ലാം പറയുന്നത് 2025 65,000 കോടി രൂപയുടെ ടേൺ ഓവർ ആയിരിക്കും ഇന്ത്യയിൽ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി സംഭവിക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം എൻ്റർപ്രനേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഡൽഹിയിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ CM അതിനെക്കുറിച്ച് ഒരുപാട് പറയാറുണ്ട്. എൻ്റർപ്രനേഴ്ഷിപ്പിനെ അദ്ദേഹം പ്രൊമോട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ NCERT പുസ്തകത്തിൽ തന്നെ ആംവേയെക്കുറിച്ച് പഠിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. നിങ്ങളെന്താണ്, നിങ്ങൾക്ക് എന്തുമാത്രം ഇൻഫർമേഷനാണ് ആംവേയെക്കുറിച്ച് ഉള്ളതെന്നുള്ളത് ഇപ്പോൾ ഒരു പക്ഷെങ്കിൽ മാറിയിട്ടുണ്ടാവും. ഇതിൻ്റെ കമ്പനിയുടെ കോർപ്പറേറ്റ് വീഡിയോയിൽ നിങ്ങൾ വാങ്ങിച്ച് നിങ്ങളെ ആരാണോ ക്ഷണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിൽ നിന്നും അത് കാണുക. ഇനി എങ്ങനെ നമുക്ക് ഈ പ്രൊജക്റ്റ് മുമ്പോട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ് മൂന്നാമത്തെ ഭാഗം. ഇവിടെ നമ്മളുടെ ഹാബിറ്റ്സ്, നമ്മളുടെ സ്വഭാവത്തിനെ ആസ്പദമാക്കിയാണ് ഈ പ്രൊജക്റ്റ് റൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം ഈസിലി നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. നമ്മൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇപ്പം 3 സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്ത് കിട്ടിയാലും നമ്മളൊക്കെ യൂസ് ചെയ്ത് നോക്കും. നല്ലതാണെങ്കിൽ അത് നല്ലതാണെന്ന് പറയും, അഴുക്കാണെങ്കിൽ അഴുക്കാന്ന് പറയും. മനുഷ്യ സഹജമാണ്. മൂന്നാമത്തെ നമ്മളുടെ ഹാബിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് മറ്റുള്ളവരെ സഹായിക്കണമെന്നുള്ളത്. അപ്പോൾ ഈ 3 ഹാബിറ്റും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ആക്ച്വലി ഇത് നമ്മളുടെ സ്വഭാവം ഈ കമ്പനി തിരിച്ചറിഞ്ഞിട്ട് അവരിതിനെ നമ്മളുടെ പവറായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഓൾറെഡി പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു കടയിൽ നിന്നോ എവിടെ നിന്നെങ്കിലും നമ്മൾ സാധനമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. എന്നാൽ നമ്മൾ ആംവേ സ്റ്റോറിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ അതുകൊണ്ട് എന്താണ് പ്രയോജനം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. ഏകദേശം 3 മുതൽ 10% കാറ്റഗറി ടു കാറ്റഗറി, പ്രോഡക്റ്റ് ടു പ്രോഡക്റ്റ് നമുക്ക് ഡിസ്കൗണ്ട്സ് ഉണ്ട്. പിന്നെ 7% നമുക്ക് ട്രേഡ് ഡിസ്കൗണ്ട് അല്ലെ ക്യാഷ് ബാക്ക് എന്നുള്ള രീതിയിൽ നമ്മളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന പൈസയാണിത്. നമുക്ക് ലോകത്തിലേക്കും ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ആംവേ ആ ഒരു പേര് തന്നെ ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ക്വാളിറ്റി. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആർക്കും ആംവേയുടെ പ്രോഡക്ട്സിനെ കുറിച്ച് ആർക്കും കംപ്ലൈൻ്റ് ഉണ്ടാവില്ല. കാരണം ഏകദേശം 7 ഏഷ്യൻ ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളെല്ലാം തന്നെ സർട്ടിഫൈ ചെയ്യുന്ന, അവിടുത്തെ കൺസ്യൂമേഴ്സ് സർട്ടിഫൈ ചെയ്യുന്ന ബ്രാൻഡാണ് ആംവേ ന്യൂട്രലൈറ്റ് അല്ലെങ്കിൽ ആംവേയുടെ ബ്രാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ക്വാളിറ്റി, ദാറ്റ് മീൻസ് ഇതിലും ബെറ്റർ ക്വാളിറ്റി നമുക്ക് കിട്ടാനില്ല. ഉണ്ടാവാം, എനിക്കറിയില്ല. ബട്ട് ഇവിടെ ഓപ്പർച്യൂണിറ്റി കൂടെയുണ്ടെന്ന് മാത്രം. പിന്നെ നമുക്ക് മറ്റാരും തരാത്ത ഒരു ഗ്യാരണ്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഇതായിരിക്കാം ഇവരെ ഏറ്റവും മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചതും. അവർ 30% വരയ്ക്കും നമ്മളോട് ഉപയോഗിച്ച് നോക്കാൻ പറയുന്നു. കാരണം നമ്മൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ സ്വയം ഉപയോഗിക്കാതെ കണ്ട് നമുക്കറിയാൻ പറ്റില്ലല്ലോ ഈ പറയുന്നതൊക്കെ സത്യമാണോ അല്ലയോ എന്ന്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചിലപ്പോൾ നമ്മളുടെ റിലേഷൻഷിപ്പ്, നമ്മളെ ആരാണോ ഇൻവൈറ്റ് ചെയ്ത് അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവാം. ആ റിലേഷൻഷിപ്പ് ഒരു തരത്തിലും എഫക്റ്റ് ആകരുതെന്നുള്ളത് കൊണ്ടാണ് കമ്പനി ഗ്യാരണ്ടി തരുന്നത്. നമുക്ക് അപ് ടു 30% വിതിൻ 30 days, 29 ദിവസം വരയ്ക്കും നമുക്ക് ഉപയോഗിക്കാം. 30-ാം ദിവസം കൊണ്ട് കൊടുത്താലും ഒരു ചോദ്യം പോലും ചോദിക്കാതെ കൊണ്ട് നമ്മളുടെ പൈസ നമുക്ക് തിരിച്ചു തരുന്നു എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ ഇത്രയും വലിയൊരു ട്രസ്റ്റ് ഫാക്ടർ ഇവിടെ ഒളിച്ചിരിപ്പുണ്ട്. നമുക്ക് നേരത്തെ നമ്മൾക്ക് എക്സ്പെൻസ് ആയിരുന്നു, അതായത് നമ്മൾ സാധനം വാങ്ങിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് പൈസ പോകുമായിരുന്നു. ഇവിടെ നമ്മൾ ആ കട മാറുന്നതോടുകൂടി നമ്മൾ മുടക്കുന്ന പൈസയിൽ നമ്മളുടെ കുറച്ച് ഇൻകം നമുക്ക് റിട്ടേൺ ആയിട്ട് വരുന്നുമുണ്ട്. ഇതുവരെ നമുക്ക് കിട്ടാത്ത ചില കാര്യങ്ങളാണ്. അപ്പോൾ ഏകദേശം നമുക്ക് അപ്രോക്സിമേറ്റ്ലി 20% ഡിസ്കൗണ്ട്സ് ഉണ്ട്, ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്ട്സ്, മണി ബാക്ക് ഗ്യാരണ്ടി, ദെൻ ഇൻകം ഓപ്പർച്യൂണിറ്റി, നമുക്ക് വീട്ടിൽ ഫ്രീ ഹോം ഡെലിവറി ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാരണങ്ങൾ പോരായോ നമ്മളുടെ കട മാറാനായിട്ട്? തീർച്ചയായിട്ടും കോമൺ സെൻസ്, സാധാരണ ബുദ്ധിയുള്ളവർക്ക് ഇതൊക്കെ ധാരാളം. അപ്പോൾ നമ്മളുടെ ഈ പൈസയൊക്കെ എവിടെയാണ്? ഇറ്റ്സ് ഓൾ ഇൻ ദ മാർക്കറ്റ്. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടനിലക്കാരുണ്ടാവും. നമ്മളൊക്കെ സാധനങ്ങൾ കൺസ്യൂമർ എന്നുള്ള നമ്മളൊക്കെ എല്ലാവരും പോയി ഒന്നുകിൽ കടയിൽ നിന്നോ അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളിൽ നിന്നോ അല്ലെങ്കിൽ ഓൺലൈനിൽ, അല്ലേ, ഇപ്പോൾ നമ്മൾ ഓൺലൈനൊക്കെ പർച്ചേസൊക്കെ ചെയ്യാൻ ആൾക്കാർ ചെയ്യുന്നുണ്ട്. എന്നാൽ ട്രഡീഷണൽ മാർക്കറ്റിലാണെങ്കിൽ ഹോൾസെയിലേഴ്സ്, അങ്ങനെ ഇടനിലക്കാർ ഒത്തിരി അധികം ഉണ്ടാവും. റിറ്റെയിലേഴ്സ്, പിന്നെ C&F ഏജൻറ്റ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഇങ്ങനെ ഡീലേഴ്സ് പലരും ഉണ്ടാവും. ചില ഇൻഡസ്ട്രി കൂടുതലാവും, ചില ഇൻഡസ്ട്രി കുറവായിരിക്കും എന്ന് മാത്രം.
ഇപ്പോൾ ആക്ച്വലി നമ്മൾ ഇവരുടെ മാനുഫാക്ചറിങ് കോസ്റ്റ് വിത്ത് പ്രോഫിറ്റ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമ്പം ഏകദേശം 40-50%. ഇപ്പോൾ ഈ 50% എന്ന് പറയുമ്പോൾ ഇത് മാർക്കറ്റ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടാണ് കമ്പനി, അതായത് മാനുഫാക്ചർ ഉപയോഗിക്കാറുള്ളത്. നമ്മൾ ഉപഭോക്താക്കൾ 100% പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചുകൊണ്ട് വരുന്നു. അതായത് 100 രൂപയുടെ ഒരു സാധനം ആക്ച്വൽ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 30, 40, 50 രൂപയേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ 50% പൈസ ആരുടെയാണ്? നമ്മുടേതാണ്. ഈ പൈസ ഇടനിലക്കാരിലോട്ട് പോവാണ്. അവരുടെ തെറ്റല്ല, കാരണം അവർ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഗോഡൗണ്, ഷോറൂംസ്, ഇങ്ങനെ അവരൊക്കെ ആ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റെ പ്രോഫിറ്റ് പോകുന്നു എന്ന് മാത്രം. പക്ഷേ നമ്മളൊക്കെ ഇവരെ അറിയാവുന്നവർ പോലും അല്ല. നമ്മളുടെ ചിലപ്പോൾ അയൽവക്കക്കാരൻ കടയാണ്, നമ്മളവിടെ പോയി അത്രയും നമ്മൾ അറിയുള്ളൂ. എന്നാൽ ഇതിൻ്റെ ഇടനിലക്കാർക്ക് എത്രയോ ഈ 50% വീതിച്ചു പോവുകയാണ്. ആ 50% എന്തുകൊണ്ട് നമുക്ക് നേടിയെടുത്തുകൂടാ? അത് ഒരു ഓർഗനൈസ്ഡ് വേയിൽ ശരിയായ രീതിയിൽ നമുക്കത് നേടിയെടുക്കാൻ ഇവിടെ നമ്മൾ പ്രൊസ്യൂമറായിട്ട് മാറുകയാണ്. അതായത് നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നു, നല്ലതാണെങ്കിൽ മറ്റുള്ളവരോട് പറയും. ദാറ്റ് ഈസ് വി ആർ പ്രൊമോട്ടിങ്. സോ ദിസ് ഈസ് വേർഡ് ഓഫ് മൗത്ത്. എന്നാൽ ഈ ഇടനിലക്കാരെ മാറ്റിക്കൊണ്ടാണ് നമുക്ക് ഈ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നത്, വേറൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് പ്യുവർ ബിസിനസ്സാണെന്ന് പറയുന്നത്. നമ്മൾ തന്നെ ഉപയോഗിക്കുന്നു, നമ്മൾ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നു, ബ്രാൻഡ് അംബാസിഡേഴ്സും ഇല്ല. ഇപ്പോൾ ഇവിടെ എന്താ വ്യത്യാസം? അല്ലെങ്കിൽ ഇത്രയും വിദ്യാഭ്യാസമുള്ള ആൾക്കാർ എന്തുകൊണ്ട് ആംബേ ഓപ്പർച്യൂണിറ്റിയെ ഏറ്റവും നല്ലതായിട്ട് കാണുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്രമാത്രം വിദ്യാഭ്യാസമുള്ളവരാണെങ്കിലും കഴിവുള്ളവരാണെങ്കിലും ഒരു 35-40 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഇൻകം കുറയും. നമുക്ക് മാക്സിമം നേടാവുന്ന എക്സ്പീരിയൻസ് അത്രയേ ഉള്ളൂ. പിന്നെ റിട്ടയർമെൻറ്റായി. ഈവൻ ഗവൺമെൻറ് ഓർഗനൈസേഷനിലാണെങ്കിൽ പോലും നമ്മൾ അവിടുന്ന് റിട്ടയർ ആവുകയാണെങ്കിൽ, അതായത് 2003 മുമ്പൊക്കെ ജോയിൻ ചെയ്തവരാണെങ്കിൽ ഗവൺമെൻറ് ജോലിയിൽ, കാരണം 2003 ഗവൺമെൻറ് ഓർഡിനൻസ് പാസ് ചെയ്തു, അതിനുശേഷം അവർ സൂപ്പർ ആനുവേഷൻ നിർത്തി, അത് പെൻഷനൊക്കെ നിർത്തി കഴിഞ്ഞു. അപ്പം അതിന് മുമ്പുള്ള ആൾക്കാർക്കാണ് പെൻഷൻ. അപ്പം നമ്മളുടെ പെൻഷൻ പോലും 50% കുറയുകയാണ്. എൻ്റെ വീട്ടിൽ എല്ലാവരും, ഞാനൊഴികെ എല്ലാവരും ഗവൺമെൻറ് ഓർഗനൈസേഷനിൽ ജോലി ചെയ്തവരാണ്. ജ്യേഷ്ഠത്തിയാണെങ്കിലും അല്ലെ ജ്യേഷ്ഠന്മാരാണെങ്കിലും പപ്പായാണെങ്കിലും. ദാറ്റ് മീൻസ് ഐ ഹാവ് സീൻ ദറ്റ് ജനറേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ 50% ഒരു ഓർഗനൈസ്ഡ് വേ എങ്ങനെ കിട്ടും എന്ന് നോക്കാം. ഒരു ബിസിനസ് അല്ലെ ഒരു സംരംഭം നടത്താനായിട്ടുള്ള എല്ലാ ഹെഡേക്സും, എല്ലാ തലവേദനയും ഈ കമ്പനി എടുക്കുന്നതായിരിക്കും. നമുക്ക് ഒരു തലവേദനയുടെ ആവശ്യമില്ല. നമ്മൾ എന്താ ചെയ്യുന്നത്? ഉപയോഗിക്കുക, മറ്റുള്ളവരോട് നല്ലതാണെങ്കിൽ പറയുക, അല്ലെ മിണ്ടാതിരിക്കുക, സാധനം തിരിച്ചു കൊടുത്തിട്ട് നമ്മുടെ കാശ് വാങ്ങിക്കുക. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇവരുടെ ടോട്ടൽ റെസ്പോൺസിബിലിറ്റി R&D, ക്വാളിറ്റി കൺട്രോൾ ഓഫീസേഴ്സ്, ഷോറൂം, സ്റ്റോക്കിംഗ്, ഡെലിവറി, റിട്ടേൺസ്, product free trainings, legalities, accounting, manufacturing, that means every kind of logistics they are taking care of. അപ്പോൾ നമ്മൾ ഇനി എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ നമ്മൾ ഒറ്റയ്ക്കല്ല, കമ്പനി വളരെ സ്ട്രോങ് ആണ്. നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ടൊരു ടീമുണ്ട് നമ്മളുടെ എല്ലാ സ്റ്റെപ്പിലും നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട്. പിന്നെ മൂന്നാമതൊരു പില്ലർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ BWW എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്. ഇവർ ഓഡിയോസ്, വീഡിയോ, മീറ്റിംഗ്, സെമിനാർസ്, പേഴ്സണൽ കൗൺസിലിംഗ്, ബ്രൂക്സ്, ഇങ്ങനെയാണ് ഇവർ നമ്മളെ കോച്ച് ചെയ്യുന്നത്. എങ്ങനെ ആംവേ ബിസിനസ് നമുക്ക് സക്സസ്ഫുള്ളി ബിൽഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരു പക്ഷെങ്കിൽ ആംവേ ചെയ്ത് പിന്നെ ഫെയിലിയർ ആയിട്ടുള്ളവരെ നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാതിരിക്കാം. നിങ്ങൾ തിരക്കേണ്ടത്, നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകണമെങ്കിൽ നിങ്ങളുടെ സാധാരണ ബുദ്ധി ഉപയോഗിക്കുക. അതായത് 10ാം ക്ലാസ് തോറ്റവരോടാണോ നിങ്ങൾ ചോദിക്കാൻ പോകുന്നത്, അതോ 10ാം ക്ലാസ് ഒരു പ്രാവശ്യം ജയിച്ച് ഒറ്റ പ്രാവശ്യം കൊണ്ട് ജയിച്ചവരാണോ? ചിലർ 4-5 പ്രാവശ്യം 10ാം ക്ലാസ് തോറ്റവരായിരിക്കും. അവരോട് പോയി നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് 10ാം ക്ലാസ് പാസ്സാകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയുക? വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയും. അതേസമയം ഒരു പ്രാവശ്യം ഫസ്റ്റ് ടൈം പാസ്സായവനോ ഹി ക്യാൻ ടെൽ യു വെരി ഈസിലി. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സാധാരണ ബുദ്ധി ഉപയോഗിക്കുക. നിങ്ങൾ ആരോടാണ് കാര്യങ്ങളൊക്കെ തിരക്കേണ്ടതെന്ന്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ഓൾറെഡി 3 പാർട്ട്നേഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് ടീം, കമ്പനി ആൻഡ് ദ എഡ്യൂക്കേഷൻ സിസ്റ്റം. അപ്പം ഇനിയും നമുക്ക് സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. നമ്മൾ ഈ BWW എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ മാത്രം നമ്മൾ സ്വീകരിക്കുക, ടീമിൻ്റെ സപ്പോർട്ട് എടുക്കുക. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഏകദേശം 10,000 രൂപയുടെ നമ്മൾ ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടോട്ടൽ ടേൺ ഓവറിനെ ബേസ് ചെയ്താണ്
അപ്പോൾ നമുക്ക് എന്ത് ഇൻകം നേടാൻ കഴിയുമെന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ബേസിക് വാല്യൂ എന്ന് പറയുന്നത് ബിസിനസ് വോളിയം. ഇവിടെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് 80 രൂപയാണ്. അതിൻ്റെ കൂടെ ടാക്സ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 105 രൂപയാണ് ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇൻ്റർനാഷണൽ ബിസിനസ് ആയതുകൊണ്ടാണ് ഇതിനെ പോയിൻ്റ് വാല്യൂ ആയിട്ട്, അതായത് നമ്മുടെ വീട്ടിലേക്ക് എന്ത് സാധനം നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാലും അതിനോടെല്ലാം പോയിൻ്റ് അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ 105 രൂപയുടെ ഏകദേശം നമ്മൾ സാധനം വാങ്ങിക്കുമ്പോൾ നമുക്കൊരു പോയിൻ്റ് കിട്ടുമെന്ന് ചുരുക്കം. ടാക്സ് പോയതിന് ശേഷം 80 രൂപയുടെ പുറത്തായിരിക്കും നമുക്ക് അവർ ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ പെർഫോമൻസ് ബോണസ് ഒക്കെ തരുന്നത്. ടാക്സ് ഗവൺമെൻറ്റിന് പോകും, ബാക്കിയുള്ള ബേസിക് നമ്മുടെ ടേൺ ഓവറിൻ്റെ അനുസരിച്ചായിരിക്കും. സോ ഇവിടെ നമ്മൾ ഏകദേശം 200 പോയിൻ്റ് എന്ന് പറയുമ്പോൾ നമ്മളതിനെ 100 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ തന്നെ ഏകദേശം 20,000 രൂപയായി. അപ്പം നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെ ഒരു മാസം നമുക്കൊരു 20,000 21,000 രൂപയുടെ ബിസിനസ് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് മാത്രമാണ്. ബാക്കിയുള്ളത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ പറയാം. ഈ സമയത്ത് നമുക്ക് ഏകദേശം 2-3,000 രൂപ നമുക്ക് നേടാനായിട്ട് കഴിയും. പിന്നെ അത് മുമ്പോട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ടു, തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രാഞ്ചൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ചെയിനോ സ്കീമോ അല്ല, ഫ്രാഞ്ചൈസ് ചെയ്യുകയാണ്. അതായത് നമ്മളുടെ സംരംഭം നമുക്ക് ആ പവറുണ്ട്, ആസ് ഇറ്റ് ഈസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. മറ്റുള്ളിടത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കമ്പനിയുടെ CEO ആണെങ്കിൽ എൻ്റെ താഴെ ജോലി ചെയ്യുന്ന ആൾക്കാർ എൻ്റെ സീറ്റിലിരിക്കാൻ ഞാൻ അനുവദിക്കില്ല, അല്ലേ? എന്നാൽ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ആർക്ക് വേണമെങ്കിലും, നമ്മുടെ ടീമിൽ ആർക്ക് വേണമെങ്കിലും നമ്മളെക്കാട്ടി കൂടുതൽ ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇൻകം അവർക്കായിരിക്കും കിട്ടുന്നത്. സോ ദിസ് ഈസ് ബേസ്ഡ് ഓൺ ദ ടേൺ ഓവർ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ആവറേജ് 2 to 3 hours ഒരു ദിവസം നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി പഠിക്കാൻ താല്പര്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ ഈസിലി നമുക്ക് ഈ ഇൻകംസ് ഒക്കെ ജനറേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെ 3% ഇത് കൂടി മുമ്പോട്ട് പോകും. മാക്സിമം 21% വരയ്ക്കുമേ ഉള്ളൂ. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഡിഗ്രിയാണ് സിൽവർ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. ഇവർ ആംബേ എന്ന് പറയുന്നത് പയനിയേഴ്സാണ്, ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി പയനിയേഴ്സാണ്. ഇവരെ വെല്ലുവിളിക്കാനായിട്ട് ലോകത്ത് ഒരു കമ്പനിക്ക് സാധിക്കുകയില്ല. കാരണം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ്, ഇത്രയും രാജ്യങ്ങളിലെ എക്സ്പീരിയൻസ്. ഇവർ ഒരിക്കൽ പോലും ഒരു രാജ്യത്തു നിന്നും തിരിച്ചു പോയിട്ടുമില്ല. സോ ദീസ് ആർ ദ ക്രെഡൻഷ്യൽസ് ദേ ഹാവ് ഗോട്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ഈ ഒരു പ്രൊജക്റ്റിലോട്ട് വരുന്നത്. കാരണം ദെയർ പില്ലർ ഈസ് വെരി സ്ട്രോങ്. അപ്പോൾ നമുക്ക് ഇത് മാത്രമാണ് പഠിക്കാനുള്ളത്. എങ്ങനെ നമുക്കൊരു 21,000 രൂപയുടെ ടേൺ ഓവർ നമുക്കൊരു മാസം സൃഷ്ടിക്കാനായിട്ട് കഴിയും. നമുക്ക് ഉപയോഗിക്കാൻ കുറച്ച് പ്രോഡക്ട്സ് നമ്മളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ആവശ്യമുണ്ടാവും. നമ്മൾ അവർക്ക് കൊടുക്കുമ്പോഴും അത് നമ്മുടെ ടേൺ ഓവറായിട്ട് മാറുകയാണ്. അങ്ങനെ നമുക്കൊരു 4,000 പോയിൻറ്റ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കൊരു പിന്ന് കിട്ടും. അതായത് 15% ബ്രോൺസ് എന്ന് പറയും. വളരെ റെക്കഗ്നൈസ്ഡ് ആയിട്ടൊരു ലെവലാണ്. ഇവിടെ 30 മുതൽ 40,000 രൂപ നമുക്കൊരു മാസം നേടാനായിട്ട് കഴിയും. പിന്നെ 21% എന്ന് പറയുമ്പോൾ 10,000 പോയിൻറ്റ്സിലാണ്. അതായത് 10 ലക്ഷത്തിലധികം നമ്മൾ ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 200 പോയിൻറ്റ്സിനെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. കാരണം നമുക്കാർക്കും 10 ലക്ഷം രൂപയുടെ ബിസിനസ് ഒരു മാസം നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ആ നേരത്തെ പറഞ്ഞ ഡിസ്കൗണ്ട്സ്, അതായത് 3% മുതൽ 10%, 7% ക്യാഷ് ബാക്ക്, പിന്നെ നമുക്കൊരു അഡീഷണൽ നമുക്ക് ഇൻസെൻറ്റീവ് നേടാൻ പറ്റുന്ന 10% കസ്റ്റമർ സെയിൽസ് ഇൻസെൻറ്റീവ്സ് ഉണ്ട്. പിന്നെ നിങ്ങളെ ആരാണ് ഇൻവൈറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് ചോദിക്കുക എന്താണ് BFI, എന്താണ് BBI, ഇതൊക്കെ 15-20% എക്സ്ട്രാ നമുക്ക് നേടാനായിട്ട് കഴിയുന്നതാണ്. അപ്പം 3 to 21% എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും തുല്യമാണ്. വെദർ യു ആർ റിച്ച് ഓർ പുവർ, ആര് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം തുല്യമാണ്. ഇതാണ് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. ആൾക്കാരെ, വിദ്യാഭ്യാസമുള്ളവരെ അട്രാക്റ്റ് ചെയ്യുന്നൊരു കാര്യം അതാണ്. ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്. കാരണം ഒരിക്കൽ നമ്മൾ പഠിച്ച് നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിച്ചു കഴിയുമ്പോൾ നമ്മളുടെ ഇൻകം സെക്യൂർഡായിട്ട് മാറിക്കൊണ്ടിരിക്കും. നമ്മളുടെ വരുന്ന ഫാമിലിയെ ജസ്റ്റ് അവർക്ക് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ മാത്രം അവരെ നമ്മൾ പഠിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ വിട്ടേക്കുക. നിങ്ങളെന്തിനാ അവരുടെ സമയവും നിങ്ങളുടെ സമയവും എല്ലാം വിലപ്പെട്ടതാണ്. അതെന്തിനാണ് നിങ്ങൾ വെറുതെ കളയുന്നത്? സോ ജസ്റ്റ് ബി സെലക്റ്റീവ്, ചൂസി.
നിങ്ങൾക്ക് ശരിയായ നിങ്ങളിപ്പോൾ ഒരു കമ്പനിയുടെ CEO, വൈസ് പ്രസിഡൻറ്റോ MD ഒക്കെ ആണെങ്കിൽ എങ്ങനെയുള്ള ആൾക്കാരെ ആയിരിക്കും നിങ്ങൾ ആ സ്ഥാപനത്തിൽ വെക്കാൻ ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും വി നീഡ് സ്മാർട്ട് പീപ്പിൾ, അല്ലേ? ദ ഗുഡ് പീപ്പിൾ. അപ്പോൾ നമ്മൾ വളരെയധികം ചൂസ് ചെയ്യാതിരിക്കണം എങ്ങനെയുള്ള ആൾക്കാരെ ആയിരിക്കണം നമ്മളുടെ ടീമിൽ കൊണ്ടുവരേണ്ടതെന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് 6 മാസം നമ്മൾ ഈ ടേൺ ഓവർ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്കൊരു ഡിഗ്രി കിട്ടും, പ്ലാറ്റിനം. അവിടെ മുതൽ നമുക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആസ് എ പാർട്ട്ണർ അവർക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, അത് നമുക്ക് സിൽവർ പ്രൊഡ്യൂസർ ആകുമ്പോൾ തന്നെ നമുക്കൊരു 5 സ്റ്റാർ ഹോട്ടലിൽ സ്റ്റേ ഉണ്ടാവും. അവിടെ നമുക്ക് ഈവൻ 15% നമ്മളെ അവർ 5 സ്റ്റാർ ഹോട്ടലിൽ വിളിച്ചിട്ട് നമ്മളോട് പഠിപ്പിക്കുക എങ്ങനെ നമുക്ക് 21%, അതായത് മാക്സിമം ഇൻസെൻറ്റീവ് ലെവലിൽ എത്താൻ പറ്റുമെന്നുള്ളത്. സോ ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് ലേണിംഗ്. അങ്ങനെ നമുക്കൊരു 3 പ്ലാറ്റിനം ടീംസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്കൊരു ഡിഗ്രി കിട്ടും, എമറൽഡ് എന്നുള്ളത്. ആ സമയത്ത് നമ്മളുടെ ഇൻകം എന്ന് പറയുന്നത് 2-3 lakh rupees പെർ മന്ത് ആയിരിക്കും. നമുക്കൊരു 6 പ്ലാറ്റിനം ടീംസ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളുടെ ആയുസിൽ കഴിഞ്ഞാൽ നമുക്ക് ഡയമണ്ട് എന്നുള്ള ഒരു ഡിഗ്രി കിട്ടുന്നുണ്ടാവും. അവിടെ 5 lakh പ്ലസ് നമ്മളുടെ ഇൻകം ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഇൻകം നമുക്ക് നേടാൻ മറ്റുള്ളിടത്തുനിന്ന് നമുക്ക് നേടാൻ കഴിയും. എന്നാൽ അത് കുറച്ച് വർഷം കഴിയുമ്പം പിന്നീട് നമ്മളുടെ പെർഫോമൻസ്, അതായത് ഈവൻ നെക്സ്റ്റ് മോമെൻറ്റ് പോലും നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല, അല്ലേ? നമ്മളൊക്കെ മിടുക്കന്മാരാണ്. അടുത്ത നമ്മൾ അകത്തോട്ടെടുത്ത ശ്വാസം തിരിച്ചു വിടാൻ കഴിയുമെന്ന് നമുക്ക് വല്ല ഗ്യാരണ്ടി ഉണ്ടോ? ഉണ്ടോ? പക്ഷേ ഇവിടെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം കഷ്ടപ്പെടുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുക, അവരെ പഠിപ്പിക്കുക. അതുകൊണ്ട് എന്താണ് നേട്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തലമുറ വളരെയധികം സുരക്ഷിതമായിരിക്കും. ഇവിടെ ഏറ്റവും നല്ല ആൾക്കാർ മാത്രമായിരിക്കും ഇവിടെ നിങ്ങളുടെ കൂടെ മുമ്പോട്ട് നിങ്ങളുടെ പ്രയാണത്തിൽ കൂടെ ഉണ്ടാവുക. ബാക്കിയുള്ളവരൊക്കെ പൊഴിഞ്ഞു പോകും. ശരിയായ ആൾക്കാർ, നല്ല ആൾക്കാർ ജീവിതത്തിൽ ഉയരണമെന്നും ശരിയായ രീതിയിൽ മറ്റുള്ളവരെ കളിപ്പിക്കാതെ കണ്ട് സത്യസന്ധമായ രീതിയിൽ മുമ്പോട്ട് പോകുന്ന ആൾക്കാർ ഒരുപാട് നല്ല നിലയിലോട്ട് ഗ്രോ ആയി ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരാളെ പഠിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ, അതായത് 21% ലെവലിൽ നമുക്ക് എത്തിച്ചു കഴിഞ്ഞാൽ, പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് 6% അവരുടെ ടേൺ ഓവറിൻ്റെ നമുക്ക് ലീഡർഷിപ്പ് ഇൻസെൻറ്റീവായിട്ട് കിട്ടുന്നുണ്ടാവും. അത് മാത്രമല്ല മറ്റ് ശതമാനങ്ങളുണ്ട്, അത് പിന്നെ ഹയർ ലെവൽസിലോട്ടാണ്. ഇതിലും ഡയമണ്ട്സിന് ശേഷവും ഉണ്ട് എക്സിക്യൂട്ടീവ്, ഡബിൾ ഡയമണ്ട്, ട്രിപ്പിൾ ഡയമണ്ട്, ക്രൗൺ അംബാസിഡർ, ഫൗണ്ടർ ക്രൗൺ, അങ്ങനെ പല ഡിഗ്രീസ് കിട്ടും. പക്ഷേ എല്ലാവർക്കും 21 വരെ ഉള്ളതാനും, റൈറ്റ്? അപ്പോൾ നമ്മുടെ ടീം മെൻറ്റേഴ്സ് ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ശ്രീ രാം രാകേഷ് ജി ആൻഡ് ശ്രീമതി പ്രിയങ്ക. അവർ ബിസിനസ്സായിരുന്നു ആൻഡ് ഹൗസ് വൈഫ്. പിന്നെ നമ്മളുടെ എംറാൾസ് എന്ന് പറയുന്നത് ശ്രീ സച്ചിൻ ജി ആൻഡ് ശ്രീ അൽക്കാജി. ഇവർ കമ്പ്യൂട്ടർ പ്രൊഫഷണൽസ് ആയിരുന്നു. ഇവരിൽ നിന്നാണ് നമ്മൾക്ക് മെൻറ്റർഷിപ്പ് കിട്ടുന്നത്. ഞാൻ ആ നേരത്തെ കാണിച്ച ഈ പ്രൊഫഷണൽസ് എല്ലാം തന്നെ നമ്മൾക്ക് ഇവരിൽ നിന്നൊക്കെ പഠിക്കാനായിട്ട് പറ്റും. ഇവരുടെ ഓഡിയോസ് ത്രൂ അല്ലെങ്കിൽ വീഡിയോസ് ത്രൂ നമുക്കിതെല്ലാം പഠിക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് പല കാറ്റഗറി പ്രോഡക്റ്റ്സ് ഉണ്ട്. ഹോം കെയർ, നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത്; പേഴ്സണൽ കെയർ, നമ്മളുടെ തല മുതൽ പാദം വരെ ഉപയോഗിക്കുന്നത്; സ്കിൻ കെയർ, അത് 2 ബ്രാൻഡ്സായിട്ട് ഇവിടെ ഉണ്ട്. നമ്മളുടെ സ്കിന്നിൻ്റെ ഇതനുസരിച്ചിട്ട് നമുക്ക് പ്രീമിയം ആൻഡ് സൂപ്പർ പ്രീമിയം, അതായത് ആറ്റിറ്റ്യൂഡ് ആൻഡ് ആർട്ടിസ്ട്രി എന്നുള്ള 2 ബ്രാൻഡ്സിൽ നമുക്ക് പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ്. അവരും ടോപ്പ് 5 ബ്രാൻഡ്, ലോകത്തിലെ ടോപ്പ് 5 ബ്രാൻഡിൽ എണ്ണപ്പെടുന്നതാണ് ആർട്ടിസ്ട്രി എന്ന് പറയുന്നത്. ഈ എല്ലാ കാറ്റഗറിയും, ഈവൻ ഹെൽത്ത് കെയർ ആയാലും ശരി, അഗ്രോ കെയർ ആണെങ്കിലും ശരി, ഇവരുടെ എല്ലാ പ്രോഡക്റ്റ് കാറ്റഗറീസും ഏറ്റവും അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവ്രിതിങ് ഈസ് ബേസ്ഡ് ഓൺ ഹെൽത്ത്. ഈവൻ ഹോം കെയർ പ്രോഡക്റ്റ് പോലും, ഈവൻ പേഴ്സണൽ കെയർ എന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ഹെൽത്തിന് അത് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുക, അല്ലാണ്ട് ഒരു തരത്തിലും നമുക്ക് ദൂഷ്യം ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈസിലി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയുന്നത്. പിന്നെ വിദ്യാഭ്യാസത്തിൽ ഉപരി നമുക്ക് വേണ്ടത് കോമൺ സെൻസാണ്. ഇവരുടെ ഹോം കെയർ കാറ്റഗറി എന്ന് പറയുന്നത് ട്രിപ്പിൾ ബേസ്ഡ് ആണ്. ഒരു വിധത്തിലുമുള്ള ഹാംഫുൾ കെമിക്കൽസ് ഇല്ല. ഇറ്റ്സ് വെരി എഫക്റ്റീവ്, ഇറ്റ്സ് എൻവിറോൺമെൻറ്റൽ ഫ്രണ്ട്ലി, ദാറ്റ് ഈസ് എക്കോ ഫ്രണ്ട്ലി ആൻഡ് എക്കോണമിക്കൽ. ദാറ്റ് ഈസ് നമ്മൾ കൊടുക്കുന്ന പൈസയുടെ മൂല്യം ആക്ച്വലി നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ കൃഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അഗ്രോ കെയർ. ഹോം ടെക്കിനകത്ത് നമുക്ക് എയർ പ്യൂരിഫയിങ് സിസ്റ്റം ഉണ്ട്. നമ്മുടെ റൂമിലേക്കും നമ്മളുടെ വാഹനത്തിൽ, കാറിനകത്ത് ഉപയോഗിക്കാനുള്ള എയർ പ്യൂരിഫിക്കേഷൻ സിസ്റ്റം ഉണ്ട്. പിന്നെ നമുക്ക് ഇപ്പം ക്വീൻ എന്ന് പറയുന്ന പാത്രങ്ങളുണ്ട്. 30 വർഷത്തെ
വാറൻറ്റിയോട് കൂടിയാണ് വരുന്നത്. അതിന് നമുക്ക് 0 ഓയിൽ എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി എണ്ണ പോലും ഉപയോഗിക്കാതെ കൊണ്ട് ആ പാത്രത്തിൽ കുക്ക് ചെയ്യാൻ പറ്റും. ഇത് സർജിക്കൽ ഗ്രേഡ് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പാത്രങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ആരാണ് ഇൻവൈറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റിനെ കുറിച്ച് അവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾ ആവശ്യപ്പെടുക. ഇത്രയൊക്കെ ഇനി എന്താണ് ഞാൻ ചെയ്യാനായിട്ടുള്ളത്? നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ ആരാണോ ഇൻവൈറ്റ് ചെയ്തത് അവരിൽ നിന്നും എങ്ങനെ ഇത് എനിക്ക് എൻറോൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ലൈസൻസ് കിട്ടും. ഇവിടെ 2 തരത്തിൽ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടും. ഒന്നിൽ ഒരു കസ്റ്റമറായിട്ട്, ദാറ്റ് ഈസ് പ്രിഫേർഡ് കസ്റ്റമർ, അല്ലെങ്കിൽ ആംവേ ഡയറക്റ്റ് റിറ്റെയിലറായിട്ടായിരിക്കും നിങ്ങൾക്ക് ആദ്യം ലൈസൻസ് കിട്ടുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് അവരുമായിട്ട് ചോദിക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു KYC ഡോക്യുമെൻറ്റും ബാങ്ക് ഡീറ്റെയിലും കൊടുക്കുക. കാരണം നിങ്ങൾക്ക് വാങ്ങിക്കുന്ന പ്രോഡക്റ്റിൻ്റെ ട്രേഡ് ഡിസ്കൗണ്ടോ അല്ലെങ്കിൽ ക്യാഷ് ബാക്ക് എന്ന് പറഞ്ഞത് അത് നിങ്ങളുടെ അക്കൗണ്ടിൽ വരാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇൻസെൻറ്റീവ്സ് നിങ്ങൾ ക്വാളിഫൈ ആവുകയാണെങ്കിൽ, അതായത് 200 നിങ്ങളുടെ CSIയോ അല്ലെങ്കിൽ 3% അങ്ങനെ എന്തെങ്കിലും ലെവൽസ് നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട ഇൻസെൻറ്റീവ്സും കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക, ഹോം കെയർ, പേഴ്സണൽ കെയർ, അങ്ങനെ അതിൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റിയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ KPMGയുടെ ഒരു ഓൺലൈൻ ട്രെയിനിങ് ഉണ്ടാവും. അതിൽ കൂടെ നിങ്ങൾക്ക് ഫർദർ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ലൈസൻസ് എടുക്കുന്നതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രോഡക്റ്റ് റേഞ്ചിനെ കുറിച്ച് മനസ്സിലാക്കാനും കാണാനും അറിയാനും ഒക്കെയുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ നിങ്ങൾക്ക് ടീമുണ്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പ്രോഡക്ട്സ് ഉപയോഗിക്കുക, നല്ലതാണെങ്കിൽ റെക്കമെൻഡ് ചെയ്യുക. പിന്നെ നിങ്ങൾ ടീം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമ്മളിതിനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 98% ഓൾറെഡി നമ്മൾ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നവരാണ്. ഇത് ടോട്ടലി കോമൺ സെൻസ് ബേസ്ഡ് ആണ്, നമ്മളുടെ സ്വഭാവത്തിനെ ബേസ് ചെയ്താണ്. 1 രൂപ പോലും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ കൊണ്ടാണ് നമുക്ക് ലൈസൻസ് കിട്ടുന്നത്. നമ്മൾ ഓൾറെഡി പ്രോഡക്റ്റ് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതായിരുന്നു, നമ്മൾ കട മാറി വാങ്ങിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദാറ്റ്സ് വൈ ദർ ഈസ് 0 ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. 98% ഇതിനകത്ത് FMCG പ്രോഡക്റ്റ്സ് ആണുള്ളത്. ഹ്യൂജ് ഏർണിംഗ് പൊട്ടൻഷ്യലാണ്. നമുക്കൊരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ്, നമുക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് 50-50 പാർട്ട്ണർഷിപ്പാണ്. അപ്പോൾ ആ 50%നെ കുറിച്ച് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഇത്രയും വർഷങ്ങളുടെ എൻ്റെ എക്സ്പീരിയൻസ് ശേഷം ആരും എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നിരുന്നില്ല. ദേ വർ ദ ഫസ്റ്റ് കമ്പനി ടു ഗിവ് മീ ദ പാർട്ട്ണർഷിപ്പ്. ദാറ്റ്സ് വൈ ഐ ആം സോ എക്സൈറ്റഡ് അബൌട്ട് ദിസ് ഓപ്പർച്യൂണിറ്റി. ഇനിയും എൻ്റെ അഡ്വൈസ് അല്ലെങ്കിൽ ഒരു സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അൺസക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കാതിരിക്കുക. നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള തീരുമാനം നിങ്ങൾ എടുക്കുക. ഓൺ ഡിസിഷൻ. ജസ്റ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ് ആൻഡ് നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി നിങ്ങൾക്ക് 3 മാസം കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് കഴിയും. പിന്നെ ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ്. 1 നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക, 2 വോളിയം ജനറേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതിൽ കൂടെ തന്നെ ഒരു വോളിയം ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. സോ യുവർ ടീം ക്യാൻ ഹെൽപ്പ് യു അറ്റ് ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് ആൻഡ് ഗൈഡ് യു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ലിസ്റ്റ് ബിൽഡിംഗ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ലെറ്റ് us join our hands to make this country a better place to live in. നമ്മളിതൊക്കെ കേട്ടിട്ടുണ്ട്. സമയവും തിരമാലയും ആർക്കും വേണ്ടിയും നിൽക്കാറില്ല, വെയിറ്റ് ചെയ്യാറില്ല. സോ I would wish you all the best and let us see a product demonstration. അതിനുശേഷം നമുക്ക് മുമ്പോട്ട് പോകാം.